نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا كتب عليكم الصيام كما كتب على الذين من قبلكم لعلكم تتقون أياما معدودات فمن كان منكم مريضا أو على سفر فعدة من أيام أخر وعلى الذين يطيقونه فدية طعام مسكين فمن تطوع خيرا فهو خير له وأن تصوموا خير لكم إن كنتم تعلمون. പ്രിയം നിറഞ്ഞ സഹോദരന്മാരെ, സഹോദരികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമ നിർദ്ദേശങ്ങൾ ജീവിതത്തിലുടനീളം പാലിച്ച് ഭക്തിയുള്ള ദാസന്മാരായി ജീവിക്കണമെന്ന് ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങളോരോരുത്തരോടും ഉപദേശിക്കുക, വസിയത്ത് ചെയ്യുക. അല്ലാഹുവിന്റെ വരാനമായ അനുഗ്രഹത്താൽ ഈ ഒരു സമയത്ത് നമുക്കിവിടെ ഒരുമിച്ച് കൂടാൻ സാധിച്ചത് ഇതൊരു വലിയ പുണ്യകർമ്മമായി നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാവട്ടെ. നമ്മുടെ ജീവിത യാത്ര ഒരുപാട് ഘട്ടങ്ങൾ നിറഞ്ഞതാണ്. ആ ഘട്ടങ്ങളിൽ ഇപ്പോൾ നമ്മൾ ജീവിക്കുന്ന ഈ ഒരു കാലഘട്ടം എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ ഒരു കാലഘട്ടം മാത്രമാണ്. മാക്സിമം 60-70. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അഅ്മാറു ഉമ്മത്തി മാ ബൈന 60 ഇലാ 70. എന്റെ ഉമ്മത്തിലെ പ്രായപരിധി എന്ന് പറഞ്ഞാൽ മാ ബൈന 60 ഇലാ 70, 60-ന്റെയും 70-ന്റെയും ഇടയിലാണ്. ആ ഹദീസിൽ തന്നെ പിന്നെയും കാണാം, അത് മറികടക്കുന്നവർ വളരെ തുച്ഛമാണ്. അപ്പൊ വളരെ കുറച്ച് ആളുകൾ മാത്രമാണ് 60-ഉം 70-ഉം ഒക്കെ കഴിഞ്ഞ് ജീവിക്കുന്ന ആളുകൾ. അപ്പോ ഈ കുറഞ്ഞ ആയുസ്സിനിടയിൽ നമുക്ക് വലിയ വലിയ പുണ്യങ്ങൾ കരസ്ഥമാക്കാൻ
ഉണ്ടാക്കുവാനുള്ള അവസരങ്ങൾ നമ്മുടെ ഉമ്മത്തിന് അള്ളാഹു നൽകി എന്നത് വലിയൊരു നിഅമത്താണ്. അതിൽപ്പെട്ട ഒന്നാണ് റമളാൻ. ആ റമളാൻ വരുമ്പോൾ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വലിയ സന്തോഷങ്ങളുണ്ട്, വലിയ മനസ്സിന് നന്മ ചെയ്യുവാനുള്ള കൊതിയുണ്ട്. നമ്മുടെ മുൻഗാമികളായ ജൂത ക്രിസ്ത്യാനികളെ കുറിച്ച് റസൂലുള്ള പറയുന്നു, ഞാനിങ്ങനെ പ്രസംഗിക്കാൻ പോകുന്ന ആളൊന്നുമല്ല, ഞാനിങ്ങനെ ലേണിംഗ് ക്ലാസ്സുകൾ എടുക്കുന്ന ആളാണ്. അതുകൊണ്ട് ഒരു ക്ലാസ് രൂപത്തിലാണ് പോകുന്നത്. അഹ്ലു കിതാബിൻ, മസലുക്കും നിങ്ങളുടെയും നിങ്ങളുടെ മുമ്പുള്ള അഹ്ലു കിതാബ്. എന്താണ് അഹ്ലു കിതാബ് എന്ന് പറഞ്ഞാൽ? ജൂത ക്രിസ്ത്യാനികൾ. അഹ്ലു കിതാബ് എന്ന് പറഞ്ഞാൽ ജൂത ക്രിസ്ത്യാനികളാണ്. അവരുടെയും നമ്മുടെയും ഉപമ എന്ന് പറഞ്ഞാൽ കമസലി റജുലിൻ, ഒരു മനുഷ്യനെ പോലെ, ഒരാളെ പോലെയാണ്. എന്താണ് അയാൾ ചെയ്തത്? ഇസ്തഅ്ജറ ഉജറാ, അയാൾ ഒരുപാട് കൂലിക്കാരെ വിളിച്ചു. എന്നിട്ട് ഒരു വിഭാഗം ആളുകളോട് പറഞ്ഞു, നിങ്ങൾ രാവിലെ മുതൽ ഉച്ച വരെ ജോലി ചെയ്യുക, എങ്കിൽ നിങ്ങൾക്ക് ഒരു ഖിറാത്ത് കൂലി തരും. ഖിറാത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ കേട്ടിട്ടുണ്ട്, മയ്യത്ത് നമസ്കാരമൊക്കെ നമസ്കരിച്ചാൽ നിങ്ങൾക്ക് ഒരു ഖിറാത്ത് കൂലിയാണ്. അതുപോലെ തന്നെ മറമാടി തിരിച്ചു വന്നാൽ 2 ഖിറാത്ത് കൂലിയാണ്. ഖിറാത്ത് എന്ന് പറഞ്ഞാൽ വലിയ പർവ്വത സമാനമായ കൂലി എന്നാണ് അർത്ഥം. ചില ഹദീസിൽ മിഥ്ലൽ ജബലി ഉഹദ്, ഉഹദ് പർവ്വതം നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടാവും. ഉഹദ് പർവ്വതം വലിയ ഉയർന്ന പർവ്വതമാണ്. ആ ഉഹദ് പർവ്വതത്തോളം പ്രതിഫലം എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ അത്രയും കൂലി രാവിലെ മുതൽ ഉച്ച വരെ ജോലി ചെയ്താൽ നിങ്ങൾക്ക് നൽകാം എന്ന് പറയുന്നു. അത് ഏറ്റെടുത്തവരാണ് ജൂതന്മാർ. ഒരു ഖിറാത്തിന് രാവിലെ മുതൽ ഉച്ച വരെ ജോലി ഏറ്റെടുത്തു, അവർ പോയി. പിന്നീട് രണ്ടാമത്തെ വിഭാഗത്തോട് പറഞ്ഞു, നിങ്ങൾ ഉച്ച മുതൽ അസർ വരെ ജോലി ചെയ്താൽ നിങ്ങൾക്ക് ഒരു ഖിറാത്ത് തരാം. അവരും അങ്ങനെ ഉച്ച മുതൽ അസർ വരെ ജോലി ചെയ്തു, ഒരു ഖിറാത്തിന്. അവരാണ് ക്രിസ്ത്യാനികൾ. മൂന്നാമത്തെ വിഭാഗം അവരോട് പറഞ്ഞു, വളരെ കുറഞ്ഞ സമയമുള്ളൂ, നിങ്ങൾ അസർ മുതൽ സൂര്യാസ്തമയം വരെ ജോലി ചെയ്താൽ നിങ്ങൾക്ക് 2 ഖിറാത്താണ്. ഒന്നല്ല, നേരത്തെ രാവിലെ മുതൽ ഉച്ച വരെ ജോലി ചെയ്തവർക്ക് ഒന്നാണ്. എന്നാൽ അവസാനത്തെ വിഭാഗത്തിന് 2 ഖിറാത്ത് കൂലി തരാം. റസൂലുള്ള പറയുന്നത് അവരാകുന്നു നമ്മൾ, നമ്മുടെ ഉമ്മത്ത്. അപ്പൊ നമ്മുടെ ഉമ്മത്തിന് പ്രത്യേകമായിട്ട് വലിയ വലിയ അവസരങ്ങൾ, നന്മകൾക്ക് അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ട്. ദുൽഹിജ്ജ പോലെയുള്ള, അതുപോലെ തന്നെ ലൈലത്തുൽ ഖദ്ർ, റമളാൻ, ഇങ്ങനെ ഒട്ടേറെ നന്മകൾ ചെയ്യുവാനുള്ള അവസരങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നിശ്ചയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ റമളാനിനെ ഒരാൾ വരവേൽക്കുക എന്ന് പറഞ്ഞാൽ അയാൾ ഇസ്ലാമിലെ 3ാം റാങ്കുകാരായ ഷഹീദിനെ മറികടക്കുകയാണ്. ഇസ്ലാമിലെ 1ാം റാങ്ക് ആരാ? 1ാമത്തെ റാങ്കുകാരാ? പ്രവാചകന്മാർ. 2ാമത്തെ റാങ്ക് സിദ്ദീഖുകൾ, അല്ലെ? ومن يطع الله والرسول فأولئك مع الذين أنعم الله عليهم من النبيين والصديقين والشهداء والصالحين وحسن أولئك رفيقا. من النبيين, പ്രവാചകന്മാരാണ് 1ാം റാങ്കുകാർ. സിദ്ദീഖീന, സിദ്ദീഖുമാരാണ് 2ാം റാങ്കുകാർ. വശുഹദാ, ഷഹീദുകളാണ് 3ാം റാങ്കുകാർ. അപ്പൊ ആ 3ാം റാങ്കുകാരെ മറികടക്കാൻ സാധിക്കും റമളാനിനെ വരവേൽക്കുവാനുള്ള ഭാഗ്യം ലഭിച്ചാൽ, നമസ്കരിച്ച് നോമ്പനുഷ്ഠിച്ചാലുള്ള ഭാഗ്യം ലഭിച്ചാൽ. അതുമായി ബന്ധപ്പെട്ട ഒരു ഹദീസ്, ഒരു ചരിത്ര സംഭവമാണ്. 2 ആളുകൾ ബലിയ ഗോത്രത്തിൽ നിന്നും, യമനിലെ ഒരു ഗോത്രമാണ് ബലിയ ഗോത്രം, അവരിൽ നിന്നും 2 ആളുകൾ റസൂലുള്ളാഹിന്റെ അടുക്കൽ വന്നു ഇസ്ലാം സ്വീകരിച്ചു. അങ്ങനെ ഇസ്ലാം സ്വീകരിച്ച് അവർക്കുള്ള എല്ലാവിധ സൗകര്യങ്ങളും സെറ്റപ്പും താമസവും ഭക്ഷണവും ഒക്കെ നൽകിയ ഒരു സഹാബിയാണ് ത്വൽഹ റളിയല്ലാഹു അൻഹു.
ഇസ്ലാമിൽ യുദ്ധം വന്നു. യുദ്ധം വന്നാൽ പിന്നെ എന്ത് ചെയ്യണം? യുദ്ധത്തിൽ പങ്കെടുക്കൽ നിർബന്ധമാണ്. ദീനിൽ അവതാരമുള്ള കുറച്ച് ആളുകൾ മാത്രം ഒഴിച്ച് ബാക്കി എല്ലാവരും യുദ്ധത്തിൽ പോകണമെന്നാണ് ഇസ്ലാമിന്റെ നിയമം. അങ്ങനെ രണ്ടുപേരും യുദ്ധത്തിൽ പങ്കെടുത്തു. ഈ യമനിൽ നിന്നും വന്ന ഇസ്ലാം സ്വീകരിച്ച രണ്ടുപേര് യുദ്ധത്തിൽ പങ്കെടുത്തു. ഒരാൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ ഷഹീദായി. എന്താണ് ഇസ്ലാമിൽ ഷഹീദിന്റെ കൂലി? നിങ്ങൾക്കറിയാം ഇസ്ലാമിൽ ഷഹീദിന്റെ കൂലി എന്താണെന്നറിയാം? ഇന്നഫിൽ ജന്നത്തി മിഅതു ദറജ, സ്വർഗത്തിൽ 100 തട്ടുകളാണ്. അള്ളാഹുവിന്റെ മാർഗത്തിൽ ഷഹാദത്ത് വരിച്ചവർക്ക്. അതുപോലെ തന്നെ ഷഹീദിന്റെ ആദ്യ രക്തം തെറിക്കുന്നതോടുകൂടി സ്വർഗം ഉറപ്പാകണം. സ്വന്തം കുടുംബത്തിലെ 70 ആളുകൾക്ക് വേണ്ടി ശുപാർശ പറയുവാനുള്ള അവസരം ഷഹീദിനുണ്ട്. ഇതൊക്കെ ഷഹീദിന്റെ കൂലിയാണ് ഇസ്ലാമിൽ. അപ്പൊ ഒരാൾ ഷഹീദായി. രണ്ടാമത്തെ ആൾക്ക് എന്ത് സംഭവിച്ചു? അയാള് വീണ്ടും 1 വർഷം ജീവിച്ചു. സാധാരണ മരണം വരിച്ചു. സാധാരണ രോഗമോ മറ്റു കാരണം ഗുണം മരിച്ചുപോയി. അങ്ങനെ ഇതിൽ പിന്നെ തൊൽഹാറുള്ള സ്വപ്നം കാണും. തൊൽഹയാണ് അവർക്ക് എല്ലാ സൗകര്യം ചെയ്തു കൊടുത്തത്. അവരെ കുറിച്ച് സ്വപ്നം കാണാൻ. സ്വപ്നം എന്ന് പറഞ്ഞാൽ ഇസ്ലാമിന്റെ വിധി എന്ന് പറഞ്ഞാൽ ഇനി അള്ളാഹുവിന്റെ വാനലോകത്തു നിന്നും എന്തെങ്കിലും ഒരു സന്ദേശം ലഭിക്കുകയാണെങ്കിൽ അത് സ്വപ്നത്തിലൂടെയാണ്. അതുകൊണ്ടാണ് നല്ല സ്വപ്നം അള്ളാഹുവിൽ നിന്നാണ് നമ്മൾ പറയാറുണ്ട് അല്ലെ? നല്ല സ്വപ്നം അള്ളാഹുവിൽ നിന്നാണ്. ഒരു വിശ്വാസിയെ കാണുന്നു, തന്നെ കുറിച്ച് കാണുന്നു, അല്ലെങ്കിൽ മറ്റൊരാൾ അവനെ കുറിച്ച് കാണാം. ഞാൻ നിന്നെ കുറിച്ച് നല്ലൊരു സ്വപ്നം കണ്ടിട്ടുണ്ട്. അത് നേരത്തെയുള്ള സന്തോഷ വാർത്ത എന്നാണ് ഖുർആൻ തന്നെ പറയുന്നത്. അലാ ഇന്ന ഔലിയാ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ അല്ലദീന ആമനൂ വകാനൂ യത്തഖൂൻ ലഹുമുൽ ബുശ്റാ ഫിൽ ഹയാത്തിദ് ദുനിയാ. അല്ലദീന അലാ ഇന്ന ഔലിയാക്കളെ സംബന്ധിച്ചിടത്തോളം, ഈമാനുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം, തഖ്വയുള്ളവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഭൗതിക ലോകത്ത് ബുശ്റയുണ്ട് എന്നാണ്. എന്താ ബുശ്റ എന്ന് പറഞ്ഞാൽ? സന്തോഷ വാർത്ത. എന്താണ് സന്തോഷ വാർത്ത? തഫ്സീറുകളൊക്കെ നമ്മൾ പരിശോധിക്കുമ്പോൾ കാണുന്നത് എന്നാണ്, നല്ല സ്വപ്നം എന്നാണ്. അങ്ങനെ തൊൽഹാറുള്ള സ്വപ്നം കണ്ടു. ഇന്നിപ്പോ നമ്മൾ കാണുന്ന സ്വപ്നം അത് ഹഖീഖത്ത് ഉള്ളതാണോ അല്ലത് എന്ന് നമുക്ക് തിരിച്ചറിയാൻ ഒരു മാർഗവുമില്ല. പക്ഷെ റസൂലുള്ളാഹിന്റെ കാലത്ത് അങ്ങനെ നമുക്ക് അല്ലെങ്കിൽ സഹാബികൾക്ക് അത് സ്ഥിരീകരിക്കാൻ കഴിയുമായിരുന്നു. തൊൽഹാറുള്ള റസൂലുള്ളാഹിന്റെ അടുക്കൽ ചെന്നു, സഹാബികളുമായി പങ്കുവച്ചു. എന്താണ് കണ്ട സ്വപ്നം എന്നറിയോ? തൊൽഹയും ഈ 2 വ്യക്തികളും സ്വർഗത്തിന്റെ മുന്നിൽ നിൽക്കുകയാണ്. ആ 2 വ്യക്തികളിൽ ആരാണ് സ്വർഗത്തിൽ മുൻകിടക്കേണ്ടത്? ഷഹീദാണ് അല്ലെ? കാരണം 3ാം റാങ്കുകാരനാണ്. ഷഹീദാണ് മുൻകിടക്കേണ്ടത്. പക്ഷെ സ്വർഗത്തിന്റെ കാവൽ നിൽക്കുന്ന മലക്ക് വന്നിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് സ്വർഗപ്രവേശന സമയമായിട്ടില്ല. അങ്ങനെ ഷഹീദിന് ശേഷം 1 വർഷം ജീവിച്ച് സാധാരണ മരണം വരിച്ച വ്യക്തിയില്ലേ, അയാൾ ഷഹീദിനെ മുൻകടന്ന് സ്വർഗത്തിൽ മുൻകടന്നു. ഇതാണ് അത്ഭുതകരമായ സ്വപ്നം. ഇത് തൊൽഹാറ വിശ്വസിക്കാൻ സാധിച്ചില്ല. സഹാബികളോട് പറഞ്ഞു, അവരും അത്ഭുതപ്പെട്ടു. റസൂലുള്ളാഹിന്റെ അടുക്കൽ വന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹിന്റെ അടുക്കൽ ചെന്നിട്ട് ഈ സ്വപ്നം പറഞ്ഞു കൊടുക്കുകയാണ്. റസൂലുള്ളാഹി പറഞ്ഞു, നിമ്മ തഅജബൂന, ഇതിൽ നിങ്ങൾ അത്ഭുതപ്പെടുകയാണോ? ഇതിൽ എന്ത് അത്ഭുതമാണത്? ഷഹീദിന് ശേഷം 1 വർഷം ജീവിച്ച വ്യക്തിയല്ലേ? അലൈസ ഹാദല്ലദീ ഖദ് മകത ബഅദഹു സന, അദ്ദേഹത്തിന് 1 വർഷം ആയുസ് അല്ലാഹു നൽകിയില്ലേ? അലൈസ ഹാദല്ലദീ ഖദ് അദറക റമളാൻ, അയാൾ വിശുദ്ധ റമളാനിനെ കണ്ടുമുട്ടിയില്ലേ? അതാണ് നമ്മുടെ വിഷയം. അയാൾ റമളാനിനെ കണ്ടുമുട്ടിയില്ലേ? വസല്ല, ആ റമളാനിൽ അദ്ദേഹം നമസ്കരിച്ചില്ലേ? വസാമ, നോമ്പനുഷ്ഠിച്ചില്ലേ? വസജദ കദാ വകദാ, സുജൂദുകൾ ചെയ്തില്ലേ? ഇന്ന മിമ്മാ ബൈനഹുമാ കമാ ബൈനസ് സമാഇ വൽ അർദ്, ഈ 2 പേരും തമ്മിലുള്ള വ്യത്യാസം ആകാശഭൂമികളുടെ വ്യത്യാസമുണ്ട് എന്നാണ്.
അപ്പൊ നോക്കൂ നിങ്ങൾ, ഒരു റമദാനിനെ വരവേൽക്കുവാനും ആ റമദാനിൽ നോമ്പ് നോൽക്കുവാനും നമസ്കരിക്കുവാനും സുജൂദ് ചെയ്യുവാനും ഖുർആൻ ഓതുവാനുമുള്ള ഒരു അവസരം അള്ളാഹു ഒരാൾക്ക് നൽകിയെങ്കിൽ അതിനേക്കാൾ വലിയ ഭാഗ്യം മറ്റെന്താണ്? അതാണ് ഹദീസ് പഠിപ്പിക്കുന്നത്. ഷഹീദിനെ മറികടക്കുന്ന പ്രതിഫലമാണ് നമുക്ക് റമദാനിൽ അള്ളാഹു ഓഫർ ചെയ്തിട്ടുള്ളത് എന്നാണ്. അപ്പൊ ആ ഒരു ചിന്ത നമുക്ക് റമദാനിന് മുമ്പ് ഉണ്ടാവണം. ആ ഒരു പ്രാർത്ഥന റമദാനിന് സാക്ഷിയാവാൻ ഒരു കവി പറഞ്ഞില്ലേ, നിനക്ക് മുമ്പ് എത്രയെത്ര ആളുകൾ നോമ്പനുഷ്ഠിച്ചു. കഴിഞ്ഞ വർഷം നമ്മുടെ കൂടെയുള്ള പല ആളുകളും ഇന്ന് നമ്മുടെ കൂടെയില്ല. ഇന്ന് അവരെല്ലാം മരിച്ചു പോയിരിക്കുന്നു. എന്നാൽ അവർക്ക് ശേഷം അള്ളാഹു നിന്നെ ജീവിപ്പിച്ചെത്തിയിരിക്കണം. പക്ഷെ ഈ റമദാനിനെ വരെ കണ്ടുമുട്ടുമെന്ന് ഒരിക്കലും നമ്മൾ ഗ്യാരണ്ടി പറയാൻ കഴിയില്ല. അതുകൊണ്ട് റമദാനിനെ വരവേൽക്കുവാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക. എങ്ങനെയാണ് റമദാനിന് വേണ്ടി നമ്മൾ ഒരുങ്ങേണ്ടത്? റമദാൻ അടുത്ത ആഴ്ച വരാൻ പോകുന്നത്. ആ സമയത്ത് ഏത് രൂപത്തിലുള്ള ഒരുക്കമാണ് നമ്മൾ നടത്തേണ്ടത് എന്നതിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം. പ്രധാനമായിട്ട് നടത്തേണ്ട ഒരു ഒരുക്കം എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഹൃദയത്തെ ശുദ്ധീകരിക്കുക എന്നുള്ളതാണ്. ഹൃദയത്തെ ശുദ്ധീകരിക്കുക. കല്ലാബൽ റാന അലാ ഖുലൂബിഹിം മാ കാനൂ യക്സിബൂൻ പറഞ്ഞത്, അവർ ചെയ്ത ദുഷിച്ച കാര്യങ്ങൾ കൊണ്ട് അവരുടെ ഹൃദയം ആകെ കറ പിടിച്ചിരിക്കുന്നു, ചളി പിടിച്ചിരിക്കുന്നു. അപ്പൊ ഹൃദയത്തെ ശുദ്ധീകരിക്കുക. ഇന്നല്ലാഹ ത്വയ്യിബുൻ ലാ യഖ്ബലു ഇല്ലാ ത്വയ്യിബ എന്ന ഹദീസിൽ, വലിയൊരു ഹദീസാണല്ലോ. ആ ഹദീസിൽ ഒരു ഭാഗത്താ ഇന്നല്ലാഹ ത്വയ്യിബുൻ, അള്ളാഹു ശുദ്ധവാനാണ്, നല്ലവനാണ്, നല്ലതല്ലാതെ പടച്ചോൻ സ്വീകരിക്കൂല. യൗമ ലാ യൻഫഉ മാലും വലാ ബനൂൻ ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. നാളെ പരലോകത്ത് സന്താനങ്ങൾ ഉപകരിക്കില്ല, അതുപോലെ തന്നെ സമ്പത്ത് ഉപകരിക്കില്ല. ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. സമാധാനമായ സുരക്ഷിതമായ കറകളഞ്ഞ ഹൃദയവുമായി ചെന്നവനാണ് റബ്ബിന്റെ മുമ്പിൽ രക്ഷയുള്ളത് എന്നാണ് ഖുർആൻ പറയുന്നത്. അതുകൊണ്ട് ഹൃദയത്തെ ഒന്നാമതായി നമ്മൾ ശുദ്ധീകരിക്കണം. ഹൃദയത്തെ ശുദ്ധീകരിക്കണം. ഇപ്പൊ നമ്മൾ റമദാനാവുമ്പോ വീടുകളൊക്കെ പരിസരവും വീടും വാതിലും ജനലും അതുപോലെ തന്നെ റേക്കും പേനും ഒക്കെ കയ്യൊക്കി വൃത്തിയാക്കൽ. എല്ലാവരും അതിന്റെ തിരക്കിലാണ്. ഇപ്പൊ കഴിഞ്ഞ ആഴ്ച എന്റെ നാട്ടിൽ തന്നെ ഒരു 3-4 ആളുകൾ റാക്കുമെന്ന് വീണിട്ടും ജനൽമെന്ന് വീണിട്ടും കയ്യും കാലൊക്കെ ഒടിഞ്ഞ് ഹോസ്പിറ്റലിൽ പോയേക്ക്. ഇന്നലെ എന്റെ ഒരു കുടുംബത്തിലെ അടുത്താള് കയ്യും 2-3 പെട്ടുകൊട്ടി സൺസൈഡ് വന്ന് വീണതാണ്. ഇത് റമദാനിന് വേണ്ടിയുള്ള ഒരുക്കത്തിന്റെ തയ്യാറെടുപ്പിന്റെ രൂപമാണ്. അപ്പൊ ഡോക്ടറിന് പറയുന്നത് ഏറ്റവും കൂടുതൽ എല്ലും മറ്റുമൊക്കെ ഈ കേസുകൾ വരുന്നത് ഷഅബാൻ മാസത്തിലാണ്. എന്നാൽ റമദാനിന്റെ ഒരുക്കം ആ രൂപത്തിൽ നമ്മൾ വീടും പരിസരമൊക്കെ വൃത്തിയാക്കുന്നുണ്ട്. പക്ഷെ അവിടെ നമ്മൾ പ്രധാനമായിട്ട് വൃത്തിയാക്കേണ്ട ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹൃദയമാണല്ലോ. ആ ഹൃദയം എത്രമാത്രം വൃത്തിയാണ്. ഇതെല്ലാം വൃത്തിയായിട്ടും അയൽവാസിയോട് പിണക്കത്തിലാണെങ്കിൽ എന്തിനാണ് അവൻ വീട് വൃത്തിയാക്കുന്നത്? ഇതെല്ലാം വൃത്തിയാക്കിയിട്ടും തന്റെ കുടുംബവുമായി അവൻ ഒന്നിച്ചു പോകുന്നില്ല എങ്കിൽ എന്തിനാണ് അവൻ ഈ രൂപത്തിൽ വൃത്തിയാക്കുന്നത്? എല്ലാം വൃത്തിയാക്കിയിട്ട് മറ്റവരുടെ പോരായ്മകളും അതുപോലെ ന്യൂനതകളും പറയുവാനും പ്രചരിപ്പിക്കുവാനും അവൻ ശ്രമിക്കുന്നതെങ്കിൽ എന്തിനാണ് അവൻ വീടും പരിസരവും വൃത്തിയാക്കുന്നത്? അതുകൊണ്ട് ഹൃദയത്തെ ശുദ്ധീകരിക്കുന്നത്, ആ ഹൃദയത്തിൽ പാപക്കറകളെ ശുദ്ധീകരിക്കുക. എങ്ങനെയാണ് പാപക്കറകളെ ശുദ്ധീകരിക്കുക എന്നുള്ളത്? അത് തൗബ ചെയ്യണം. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യൻ പോരായ്മയുള്ളവനാണ്. മനുഷ്യന്റെ തെറ്റുന്ന മനുഷ്യ സഹജമാണ്. എല്ലാവർക്കും തെറ്റ് സംഭവിക്കും. ഇനി തെറ്റ് സംഭവിച്ചത് മാത്രമാണ് തൗബയുള്ളത്? അല്ല, അത് നമ്മുടെ തെറ്റിദ്ധാരണയാണ്. തെറ്റ് ചെയ്യാത്തവർക്കും തൗബയുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, തൂബൂ ഇലല്ലാഹി വസ്തഗ്ഫിറൂ, നിങ്ങൾ അല്ലാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങുക, അല്ലാഹുവിലേക്ക് പാപമോചനം ചെയ്ത് മടങ്ങുക. ഫഇന്നി അതൂബു ഇലല്ലാഹി ഫിൽ യൗമി 100 മറ,
ഞാൻ തന്നെയും ഒരു ദിവസം അള്ളാഹുവിലേക്ക് 100 തവണ അള്ളാഹുവിലേക്ക് പാപമോചനം തോടുന്നവനാണ്. അപ്പൊ ജീവിതത്തിൽ ഒരു തെറ്റുപോലും ചെയ്യാത്ത റസൂലുള്ള 100 പ്രാവശ്യം ഒരു ദിവസം പാപമോചനം തേടുന്നുവെങ്കിൽ തെറ്റ് ചെയ്തവർക്ക് മാത്രമാണോ തൗബ? ഞാനൊന്നും തെറ്റ് ചെയ്തിട്ടില്ലല്ലോ, പിന്നെ എന്തിനാ ഞാൻ തൗബയുള്ളത് എന്ന് പറയേണ്ടതില്ല. നമ്മൾ ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കുക. നോക്കൂ നിങ്ങൾ, ഇദാ ജാ നസ്റുല്ലാഹി വൽ ഫത്ഹ് വറഅയ്ത الناس يدخلون في دين الله أفواجا فسبح بحمد ربك واستغفره إنه كان توابا. വിശുദ്ധ ഖുർആനിലെ ഏറ്റവും അവസാനം അവതരിച്ച ആയത്താണ്, സൂറത്താണ് സൂറത്തുൽ ഫത്ഹ്. എന്താണ് ഇതിന്റെ പശ്ചാത്തലം? മുസ്ലിങ്ങൾ വലിയ വിജയത്തിലേക്ക് വന്നു, പ്രവാചകന്റെ ദൗത്യം പൂർത്തിയായി, അല്ലെ? ഇദാ ജാ നസ്റുല്ലാഹി വൽ ഫത്ഹ്, അള്ളാന്റെ സഹായം വന്നു, വിജയം വന്നു. വറഅയ്ത الناس يدخلون في دين الله أفواجا, ആളുകളൊക്കെ ഇസ്ലാമിലേക്ക് കൂട്ടം കൂട്ടമായിട്ട് മദീനയിലേക്ക് ഓരോ സംഘങ്ങളും യാത്രാ സംഘങ്ങളും അതുപോലെ പല രാജ്യങ്ങളിലെ പ്രതിനിധികളും ദൗത്യ സംഘങ്ങളും ഇസ്ലാം സ്വീകരിക്കുകയാണ്. വല്ലാത്തൊരു കാഴ്ചയാണ്. അതാണ് വറഅയ്ത الناس, പ്രവാചകരെ താങ്കൾ കാണുന്നു, യദ്ഖുലൂന ഫീ ദീനില്ലാഹ്, അല്ലാഹുവിന്റെ ദീനിൽ അഫ്വാജ, കൂട്ടമായി. താങ്കളുടെ ദൗത്യം പൂർത്തിയായി. ഇനി താങ്കൾക്ക് എന്തേ ബാക്കിയുള്ളത്? ഫസബ്ബിഹ ബിഹംദി റബ്ബിക, നിങ്ങൾ റബ്ബിനെ ധാരാളം പ്രകീർത്തിക്കുക. വസ്തഗ്ഫിറുഹു, അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാർ ചോദിക്കുക. ആരോടാ പറയുന്നത്? റസൂലുള്ളാഹിയോടാണ്. ഇന്നഹു കാന തൗവാബാ, അല്ലാഹു തൗബ സ്വീകരിക്കുന്നവനാകുന്നു. അപ്പൊ തൗബ എന്ന് പറഞ്ഞാൽ, പശ്ചാത്താപം എന്ന് പറഞ്ഞാൽ അത് എല്ലാവർക്കും ഉള്ളതാണ്. നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ ജീവിതത്തിൽ വന്നു പോയ തെറ്റുകൾക്ക് നമ്മൾ പാപമോചനം തേടേണ്ടതുണ്ട്. അപ്പൊ തെറ്റ് മനുഷ്യ സഹജമാണ്, തെറ്റ് സംഭവിക്കും. പക്ഷെ അതിൽ ഏറ്റവും ഉത്തമനാരാ? തൗബ ചെയ്ത് മടങ്ങുന്നവനാണ്. ആദമിന്റെ മക്കളെല്ലാം തെറ്റ് ചെയ്യുന്നവരാണ്. തെറ്റ് ചെയ്യുന്നവരിൽ ഏറ്റവും ഉത്തമർ തൗബ ചെയ്ത് മടങ്ങുന്നവരാകുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. ഇനി രണ്ടാമത്തത് എന്താണ്? രണ്ടാമതായി നമ്മൾ ഒരുങ്ങേണ്ടത് നമ്മുടെ നിയ്യത്തിനെ ശരിയാക്കലാണ്. ഖുലൂസുൻ നിയ്യ, ആത്മാർത്ഥമായ നിയ്യത്ത്, അല്ലേ? വലിയ പണ്ഡിതനായ സുഫിയാൻ സൗരി റഹ്മത്തുള്ളാഹി പറയുന്നു, മാ ആലജതു ശൈഅൻ അശദ്ദു അലയ്യ മിനൻ നിയ്യ, എനിക്ക് വേണ്ടി ഞാൻ ഏറ്റവും വലിയ ചികിത്സ നടത്തിയത് എന്റെ നിയ്യത്തിനെ ശരിയാക്കാനാണെന്നാണ്. എനിക്ക് വേണ്ടി ഏറ്റവും വലിയ ചികിത്സ ഞാൻ നടത്തിയത് എന്റെ നിയ്യത്തിനെ ശരിയാക്കാനാണ്. അത് വലിയതാണ്, അല്ലെ? നമുക്കൊക്കെ അനുഭവമാണ്. നമുക്കൊരു കാര്യത്തിൽ നല്ല നിയ്യത്തുണ്ടോ അത് ഭംഗിയായി നടക്കും. നിയ്യത്തില്ലേ അതിൽ വലിയ പോരായ്മകൾ ഉണ്ടാവും. അപ്പൊ നിയ്യത്ത് ശരിയാക്കുക. ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത്, കർമ്മങ്ങളെല്ലാം നിയ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ഈ വിഷയത്തിൽ വന്ന സ്വഹീഹായ ഒരു ചരിത്രം നമ്മൾ ഹദീസിൽ വന്നത്, റസൂലുള്ളാഹിന്റെ കാലത്ത് ഖൈബർ യുദ്ധം നടക്കുകയാണ്. ആ സമയത്ത് ഒരു അഅറാബിയായ മനുഷ്യൻ ഇസ്ലാം സ്വീകരിച്ചു. അപ്പൊ ഉടനെ പിറ്റേ ദിവസം ഖൈബർ യുദ്ധത്തിലേക്ക് പോകണം. ഖൈബർ യുദ്ധമാണ്. അപ്പൊ ആ യുദ്ധത്തിലേക്ക് ഇയാൾ പുതിയ മുസ്ലിമാണ്. അതുകൊണ്ട് തന്നെ ആ യുദ്ധത്തിന്റെ ആ പോർമുഖത്തേക്ക് പ്രവാചകൻ അദ്ദേഹത്തെ വിട്ടില്ല. കാരണം പുതിയ മുസ്ലിമാണ്, എന്താണ് മാനസികാവസ്ഥ ഒന്നും അറിയില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് നേരിട്ടുള്ള പോരാട്ടത്തിലേക്ക് അദ്ദേഹത്തെ പ്രവാചകൻ വിട്ടില്ല. മറിച്ച് യുദ്ധം നടത്തുന്ന പോരാളികളായ സഹാബികളുടെ ഒട്ടകങ്ങളുടെയും കുതിരകളുടെയും അവർക്ക് മേൽക്കുന്ന ജോലി ആ യുദ്ധക്കളത്തിന് പിന്നിൽ അദ്ദേഹത്തിന് കൊടുത്തു. ഈ പുതിയ അറാബിയായ ആ ഗ്രാമീണനായ മുസ്ലിമായ അവർക്ക് കൊടുത്തു. അങ്ങനെ യുദ്ധം കഴിഞ്ഞു. യുദ്ധത്തിൽ വലിയ ഗനീമത്ത് സ്വത്ത് ഖൈബർ യുദ്ധത്തിൽ കിട്ടിയിട്ടുണ്ടല്ലോ. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോരുത്തർക്കും ആ യുദ്ധാർജിത സ്വത്ത് ഇങ്ങനെ ഓഹരി വെച്ച് കൊടുക്കുകയാണ്. അതിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ അറാബിയായ പുതിയ മുസ്ലിമായ വ്യക്തിക്കും ഒരു ഓഹരി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നീക്കി വെച്ചു. സഹാബികളോട് പറഞ്ഞു, അദ്ദേഹത്തെ വിളിക്കാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ സഹാബികൾ അദ്ദേഹത്തെ വിളിച്ചു കൊണ്ടുവന്നു. റസൂലുള്ളാഹിന്റെ അടുക്കൽ വന്നു. റസൂലുള്ളാഹി ഈ വിഹിതം കൊടുത്തപ്പോൾ റസൂലുള്ളാഹിയോട് ആ അറാബിയായ ഇന്നലെ മുസ്ലിമായ ഗ്രാമീണനായ ആ അറബി പറയുകയാണ്,
ഞാൻ പ്രവാചകരെ, ഞാൻ ഇതിനു വേണ്ടിയല്ല ഇസ്ലാം സ്വീകരിച്ചത്. അല്ല, യുദ്ധത്തിലേക്ക് വന്നത്. പിന്നെ എന്തിനാ നിങ്ങൾ യുദ്ധത്തിന് വന്നത്? ഞാൻ യുദ്ധത്തിലേക്ക് വന്നത് അള്ളാഹുവിന്റെ മാർഗത്തിൽ ഷഹീദാവാനാണ്. എന്റെ നീയത്ത് അതാണ്. എന്റെ നീയത്ത് അതാണ്. അള്ളാഹുവിന്റെ മാർഗത്തിൽ ഷഹീദാവാൻ വേണ്ടിയാണ് ഞാൻ യുദ്ധത്തിൽ വന്നത്. ഈ ഗനീമത്ത് സ്വത്ത് കണ്ടിട്ടല്ല, അത് മോഷ്ടിച്ചിട്ടല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അദ്ദേഹം പിരിഞ്ഞു പോവുകയാണ്. സഹാബികൾ പറയുന്നത് സ്വതക്ക, അയാൾ പറഞ്ഞത് സത്യമാണെങ്കിൽ, അയാളുടെ നീയത്ത് സത്യമാണെങ്കിൽ തീർച്ചയായിക്കൊണ്ടും അള്ളാഹു സാക്ഷാത്കരിക്കുക തന്നെ ചെയ്യും. സുബ്ഹാനല്ലാഹ്. പിന്നീട് പിറ്റേ ദിവസം യുദ്ധം നടക്കുകയാണ്. ആ യുദ്ധത്തിൽ ആൾനാശം അന്വേഷിക്കാൻ വേണ്ടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികൾ അയക്കുകയാണ്. ആ സമയത്ത് ഈ ഗ്രാമീണനായ, ഇന്നലെ ഇസ്ലാം സ്വീകരിച്ച അറാബിയായ മനുഷ്യൻ കഴുത്തിൽ അമ്പേറ്റുകൊണ്ട് ഷഹീദായി കിടക്കുന്ന ചിത്രമാണ് കാണുന്നത്. ഇത് കണ്ട സഹാബികൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ, പ്രവാചകരെ, അയാൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ ഷഹീദായിരിക്കുന്നു. റസൂലുള്ളാഹി ഒന്നുകൂടി സ്ഥിരീകരിക്കണം, അത് അയാൾ തന്നെയാണോ? സഹാബികൾ ഒന്നുകൂടി അന്വേഷിക്കണം. നഅം, അതെ, അത് അയാൾ തന്നെയാണ് പ്രവാചകൻ. ഉടനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, അയാൾ പറഞ്ഞത് അയാളുടെ നീയത്ത് സത്യസന്ധമാണെങ്കിൽ അത് അള്ളാഹു സാക്ഷാത്കരിക്കുമെന്ന്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കണ്ണുകൾ പറഞ്ഞു. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ ഖമീസ് കുപ്പായമായി കൊടുത്തിട്ട് കഫംപുടവയായി അദ്ദേഹത്തിന് നൽകുകയാണ്. അതാണ് ഖുലൂസുൻ നിയ്യ. അങ്ങേയറ്റത്തെ ആത്മാർത്ഥമായ ആ നീയത്തുണ്ടെങ്കിൽ അത് അള്ളാഹു സാക്ഷാത്കരിക്കുമെന്നാണ്. ഈ രൂപത്തിൽ റമദാനിലൂടെ നമ്മളുടെ നീയത്ത് എന്താണോ ആ നീയത്തിനനുസരിച്ച് നമുക്ക് അള്ളാഹു കൂലി തരും. ആ റമദാനിലൂടെ എന്താണോ നമ്മൾ ലക്ഷ്യം വെക്കുന്നത് അത് തീർച്ചയായിട്ടും നമുക്ക് ലഭിക്കുമെന്ന് ഈ ഒരു ചരിത്ര സംഭവം നമുക്ക് പഠിപ്പിച്ചു തരാണ്. ഇങ്ങനെ ഒട്ടേറെ ചരിത്രങ്ങൾ നീയത്തുമായി ബന്ധപ്പെട്ടത് നമുക്ക് കാണുവാൻ സാധിക്കും. ഇനി എന്താണ് റമദാനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ, അല്ലെങ്കിൽ റമദാനിന്റെ പ്രത്യേകതയായി പറഞ്ഞെന്താണ്? അതിൽ ഒന്നാമതായി പറഞ്ഞത്, റമദാനിന്റെ പ്രത്യേകതയായി ഒന്നാമതായി പറഞ്ഞത് ഖുർആനാണ്. ശഹ്റു റമദാന അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ഹുദൻ ലിന്നാസി വബയ്യിനാതിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ ഫമൻ ശഹിദ മിൻകും الشهر فليصم ومن كان مريضا أو على سفر فعدة من أيام أخر. തുടങ്ങുന്ന സൂറത്ത് ബഖറയിലായത് അതിൽ പറഞ്ഞ ശഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ എന്നാണ്. ഖുർആൻ അവതരിച്ച മാസമാകുന്നു റമദാൻ. അപ്പൊ ഈ റമദാൻ മാസത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ പാരായണം ചെയ്യേണ്ട, പഠിക്കേണ്ട, ചിന്തിക്കേണ്ട, നമ്മൾ ഒഴിഞ്ഞിരിക്കേണ്ട ഒരു ഗ്രന്ഥം എന്ന് പറഞ്ഞാൽ അത് വിശുദ്ധ ഖുർആനാണ്. റമദാൻ മാസത്തിലാണ് പ്രവാചകന് വഹീന്റെ തുടക്കം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വഹീന്റെ തുടക്കം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, 6 മാസം പ്രവാചകൻ നിരന്തരമായി സ്വപ്നം കണ്ടിരുന്നു എന്നാണ്. 6 മാസം സ്വപ്നമായിരുന്നു പ്രവാചകൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണുന്ന സ്വപ്നങ്ങൾ പിറ്റേ ദിവസം പകൽ വെളിച്ചം പോലെ പുലരാണ്. ഇതാണ് പ്രവാചകന്റെ ആ വഹീന്റെ ആദ്യത്തെ അനുഭവങ്ങൾ. പിന്നീട് പ്രവാചകന് ഒറ്റയ്ക്കിരിക്കാൻ പൂതിയായി, ആഗ്രഹമായി ഇറാഖിലേക്ക് പോവാണ്. ജബലുന്നൂർ മക്കയുടെ അടുത്തുള്ള, അന്നവിടെ ആ മാൾപ്പാർപ്പില്ലാത്ത മനുഷ്യൻ വളരെ കുറവാണ് അവിടെ താമസിക്കുന്നത്, കാടാണ്. അതുപോലെ തന്നെ ഇരുട്ടാണ്, വെളിച്ചമില്ല, മനുഷ്യന്മാരില്ല, അങ്ങാടിയല്ല. ഇന്ന് നോക്കൂ നിങ്ങൾ, എത്രമാത്രം വലിയ അങ്ങാടിയായി അവിടെ മാറും. മസ്ജിദുൽ ഹറാമിന്റെ ഒരു 3 കിലോമീറ്റർ മാത്രമേ വ്യത്യാസമുള്ളൂ ജബലുന്നൂറുമായി. അപ്പൊ ആ ജബലുന്നൂർ പർവ്വതത്തിലേക്ക് ഇന്നും നമുക്ക് അവിടേക്ക് കയറി ഇറങ്ങാൻ 2-3 മണിക്കൂർ പിടിക്കും. അവിടെ പഠിക്കാനുള്ള പ്രത്യേകമായ സ്റ്റെപ്പൊക്കെ ഉണ്ടാക്കിയതോടാണ്, അല്ലെങ്കിൽ എത്രമാത്രം ബുദ്ധിമുട്ടുണ്ടാവും. ആ ജബലുന്നൂർ എന്ന പർവ്വതം കയറി പ്രവാചകൻ
ചരിത്രത്തിൽ കാണാം, സീറ ഇബ്നു ഹിശാമിൽ കാണാം, ശനിയാഴ്ച ദിവസം, തിങ്കളാഴ്ചയാണ് വഹിയിൽ കിട്ടുന്നത്, ശനിയാഴ്ച ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രിയാണ് വഴി ഇറങ്ങുന്നത്. രാത്രിയിൽ ഒരു ശബ്ദം കേട്ടുള്ള, അവിടെ ആരുമില്ല, ഇറാഖോയിലാണ്. പുറത്തുനിന്ന് ഒരു ശബ്ദം കേട്ടു. പ്രവാചകൻ സല്ലല്ലാഹു പുറത്തേക്ക് നോക്കിയപ്പോ ഒന്നും കണ്ടില്ല. ഞായറാഴ്ച ദിവസം പ്രവാചകൻ ഒരു ശബ്ദവും ഒരു പ്രകാശവും പുറത്തുനിന്ന് കണ്ടു. അങ്ങനെ പുറത്തേക്ക് ഇറങ്ങി. അന്നും പ്രത്യേകിച്ച് പ്രവാചകൻ പ്രത്യേകിച്ച് അനുഭവങ്ങൾ ഉണ്ടായിട്ടില്ല. ആയിഷാണ്. എന്നാൽ തിങ്കളാഴ്ച ദിവസം ആ യാഥാർത്ഥ്യം പ്രവാചകനെ തേടിയെത്തി. ജിബ്രീൽ അലൈഹിസ്സലാം ഒരു മനുഷ്യ രൂപത്തിൽ പ്രവാചകന്റെ അടുക്കൽ വരികയാണ്. പ്രവാചകന് മുമ്പ് ഇങ്ങനെ അനുഭവമല്ല. അതുപോലെ തന്നെ 5000 വർഷങ്ങളായി ആ അറബ് ലോകത്ത് പ്രവാചകന്മാർ വന്നിട്ട് അല്ലെ, വലിയൊരു ഇടവേള. ഖുർആൻ പറഞ്ഞ അലാ ഫത്രത്തിൻ മിനർ റസൂൽ എന്ന വലിയൊരു ഇടവേളയ്ക്ക് ശേഷം, ഇബ്രാഹിം നബിക്ക് ശേഷം പിന്നീട് അറബ് ലോകത്ത് വന്ന പ്രവാചകനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ കാലഘട്ടത്തിൽ ഇബ്രാഹിം മില്ലത്ത് ഹനീഫിയത്ത് സ്വീകരിച്ച ആളുകളുണ്ടായിരുന്നു. അവർക്ക് പറയുന്ന പേരാണ് ഹുനഫാകൾ. വറഖത്ത് ബിൻ നൗഫൽ, ഖദീജയുടെ അച്ഛനായ വറഖത്ത് ബിൻ നൗഫൽ ഹുനഫായിരുന്നു. ഇബ്രാഹിമി മില്ലത്ത് തെറ്റാതെ ജീവിച്ച് 5000 വർഷങ്ങൾ കഴിഞ്ഞിട്ടും ആ മാർഗം തെറ്റാതെ ജീവിച്ച് ഒരു വ്യക്തിയായിരുന്നു വറഖത്ത് ബിൻ നൗഫൽ. വേറെയും 1-2 ആളുകളെ ചരിത്രം നമുക്ക് വായിക്കാൻ സാധിക്കും. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ജിബ്രീൽ അലൈഹിസ്സലാം, ആ സംഭവം നിങ്ങൾക്കറിയാം, ഇറാഖുവിൽ വെച്ചിട്ട് ഇങ്ങനെ പൊട്ടിപ്പിടിക്കുന്ന സംഭവം, റസൂലുള്ളാഹിക്ക് അങ്ങേയറ്റം പ്രയാസം ഉണ്ടായി അല്ലെ. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കട്ടെ, എന്തിനാണ് ആ പ്രവാചകനെ ഇങ്ങനെ വേദനിപ്പിച്ചിട്ട് ഇങ്ങനെ ജിബ്രീൽ കൂട്ടിപ്പിടിച്ചത്? നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ച് നോക്കട്ടെ, എന്തിനാണ് പ്രവാചകനെ വേദനിപ്പിച്ചത്? അതിന് ചില ചരിത്രകാരന്മാർ പറയണം എന്താണെന്ന്, ഇതുവരെ 6 മാസം താങ്കൾ കണ്ടത് സ്വപ്നമായിരുന്നെങ്കിൽ ഇത് യാഥാർത്ഥ്യമാണെന്നാണ്. ഒരു വേള ചിലപ്പോൾ പ്രവാചകൻ ഇതും സ്വപ്നമാണെന്ന് പറഞ്ഞെങ്കിലോ, അതുകൊണ്ട് ഇത് സത്യമാണ്, ഇത് യാഥാർത്ഥ്യമാണ് എന്നൊരു ഫീലിംഗ് പ്രവാചകൻ ഉണ്ടാക്കാൻ വേണ്ടിയായിരിക്കാം ഒരു പക്ഷെ ജിബ്രീൽ അങ്ങനെ പ്രവാചകനെ വേദനിപ്പിച്ചത് എന്ന് വരെ ചരിത്രകാരന്മാർ പറഞ്ഞു. അന്ന് മുതലാണ് ആ പർവ്വതത്തിന്റെ പേര് ജബൽ നൂർ എന്ന പേര്. ഖുർആനിന് ഒരുപാട് പേരുകളുണ്ടല്ലേ, കിതാബ്, ഫുർഖാൻ, ഹുദ, ദിക്റ, നൂറ്. നൂറ് എന്ന് പറഞ്ഞാൽ അർത്ഥം പ്രകാശം എന്നാണ്. ഖുർആനിന്റെ പ്രകാശം ഇറങ്ങിയ പർവ്വതം ജബൽ നൂർ, ഇറാൻ ഉൾക്കൊള്ളുന്ന ആ പർവ്വതത്തിന്റെ പേരാണ്. അപ്പൊ ആ ഖുർആൻ അവതരിച്ചത് റമദാൻ മാസത്തിലാണ്. അത് അതിന്റെ ഒരു പ്രത്യേകതയായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പൊ ഖുർആനുമായി നമ്മുടെ ബന്ധം എന്താണ് അല്ലെ? നമുക്ക് മാർഗദർശനമായിട്ട് അവതരിച്ച ഗ്രന്ഥമാണ്. എന്നാണ് നീ ഖുർആൻ ഓതിയതെന്ന് ചോദിച്ചാൽ നമ്മളിങ്ങനെ ആലോചിക്കുകയാണ്, എന്നാ പടച്ചോനെ ഞാൻ ഖുർആൻ ഓതിയത്? അപ്പൊ ഓർത്തു നോക്കാൻ മാത്രം വിദൂരമാണ് അല്ലെ. ആ കഴിഞ്ഞ റമദാനിൽ എടുത്തിട്ട് ആ അലമാരയിൽ കെട്ടിപ്പൂട്ടി വെച്ചതാണ് ഇനി അടുത്ത റമദാനില്. അപ്പൊ റമദാൻ വന്നിട്ടില്ലെങ്കിൽ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ? അപ്പൊ ഇതാണ് ഖുർആനുമായി നമ്മുടെ ബന്ധമെങ്കിൽ എന്താണ് നമ്മുടെ അവസ്ഥ? അതുകൊണ്ട് ഖുർആനിനെ നമ്മൾ പാരായണം ചെയ്യണം, അതിന്റെ അർത്ഥം മനസ്സിലാക്കണം, അതിന്റെ തദബ്ബുർ ചെയ്യണം. 3 രൂപത്തിലുള്ള പാരായണം ഉണ്ട് ഖുർആനില്. ഏതാണ് 3 രൂപത്തിലുള്ള പാരായണം? ഒന്ന് പച്ചയായ പാരായണം, അക്ഷരവായ എന്ന് പറയും. ഇന്നല്ലദീന യത്ലൂന കിതാബല്ലാഹി വഅഖാമുസ് സ്വലാത വഅൻഫഖൂ മിമ്മാ റസഖ്നാഹും സിർറൻ വഅലാനിയ യർജൂന തിജാറതൻ ലൻ തബൂർ. എന്താണ് ഈ ആയത്തിൽ പറയണമെന്നറിയോ? ഇന്നല്ലദീന യത്ലൂന കിതാബല്ലാഹ്, അല്ലാഹുവിന്റെ കിതാബ് പാരായണം ചെയ്യുന്ന ആളുകൾ, വഅഖാമുസ് സ്വലാത്ത്, നമസ്കരിക്കുന്നവർ, വഅൻഫഖൂ മിമ്മാ റസഖ്നാഹും, നാം നൽകിയതിൽ നിന്നും ചെലവഴിക്കുന്നവർ, സിർറൻ വഅലാനിയ, രഹസ്യമായിട്ടും പരസ്യമായിട്ടും, യർജൂന തിജാറതൻ ലൻ തബൂർ, നഷ്ടമില്ലാത്ത കച്ചവടമാണ് അവർ ഏർപ്പെട്ടിരിക്കുന്നത്. ഒരിക്കലും അത് നഷ്ടമാവില്ല. ഖുർആന്റെ ഒരക്ഷരം നമ്മൾ വായിച്ചാൽ റസൂലുള്ളാഹി പറയാണ്, നിങ്ങൾ വിശുദ്ധ ഖുർആനിലെ വലാ അഖൂലു അലിഫ് ലാം മീം ഹർഫുൻ, അലിഫ് ലാം മീം എന്നത് ഒരു അക്ഷരമാണെന്ന് ഞാൻ പറയുന്നില്ല, വലാകിൻ
അലിഫ് വലാം ഹർഫ് വമീം ഹർഫ്. അലിഫ് ഒരു അക്ഷരമാണ്, ലാം മറ്റൊരു അക്ഷരമാണ്, മീം മറ്റൊരു അക്ഷരമാണ്. ഒരാൾ അലിഫ് ലാം മീം എന്ന് പറഞ്ഞാൽ അയാൾക്ക് 30 കൂലിയാണ്. 30 കൂലിയാണ് അള്ളാഹു അവനെ രേഖപ്പെടുത്തുക എന്നാണ്. അപ്പൊ വിശുദ്ധ ഖുർആൻ ഓതിയാൽ അതിന്റെ കൂലി എത്രയാണ്? വലിയ പ്രതിഫലമാണ്. അതിന്റെ അർത്ഥം കൂടി മനസ്സിലാക്കുമ്പോൾ അങ്ങേയറ്റം പ്രതിഫലമാണ്. നമുക്ക് ഫേസ്ബുക്ക് വായിക്കാൻ സമയമുണ്ട്, അതിൽ മാന്താൻ നമുക്ക് സമയമുണ്ട്. പക്ഷെ അള്ളാഹുവിന്റെ ബുക്കായ വിശുദ്ധ ഖുർആൻ അത് ഓതുവാനും പഠിക്കുവാനും നമ്മൾ സമയം കണ്ടെത്തിയില്ല എങ്കിൽ എങ്ങനെ നമുക്ക് അള്ളാഹുവിന്റെ മുമ്പിൽ സമാധാനം പറയാൻ കഴിയും? അള്ളാഹു ഒട്ടേറെ അനുഗ്രഹങ്ങൾ നമുക്ക് നൽകി. നമ്മുടെ കണ്ണെന്ന അനുഗ്രഹം, കേൾവി എന്ന അനുഗ്രഹം. കണ്ണില്ലാത്ത ആളുകൾ ഇന്ന് ഖുർആൻ ഓതുന്നുണ്ടല്ലേ? എത്ര ഭംഗിയായിട്ടാണ് അവർ ഖുർആൻ ഓതുന്നത്. കണ്ണില്ലാത്ത ആളുകൾ ബ്രെയിൻ ലിപി ഉപയോഗിച്ച് നമ്മളൊക്കെ തോറ്റുപോകും അവരുടെ മുമ്പിൽ. നോക്കൂ നിങ്ങൾ, കേൾവിയില്ലാത്ത ആളുകൾക്ക് ആംഗ്യ ഭാഷയിൽ ഖുർആൻ പഠിക്കാം. ഇപ്പൊ ജാമ്യയിൽ ഞങ്ങള് കുട്ടികൾ 50 കുട്ടികളോട് ഖുർആൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് കുട്ടികളില്. അവർക്ക് നമ്മൾ എന്ത് ചെയ്യുന്നത്? അവർക്ക് നമ്മൾ ട്രെയിനിങ് കൊടുക്കുകയാണ്. ആംഗ്യ ഭാഷ പഠിക്കും, ഖുർആന്റെ ആംഗ്യ ഭാഷ. കാരണം എന്താ? ഒറ്റയേറെ പല പള്ളികളിലും ജുമാഅത്തും നടക്കുമ്പോ കേൾവി ശക്തി ഇല്ലാത്ത സഹോദരന്മാർ അവിടേക്ക് വരുന്നുണ്ട്. അവിടെയും അവർക്കും ഇസ്ലാമിന്റെ സന്ദേശം എത്തണം. അതുകൊണ്ട് തന്നെ ഇപ്പൊ പല വലിയ പള്ളികളിലൊക്കെ കുത്തുബ നടത്തുമ്പോൾ ആംഗ്യ ഭാഷയിൽ ആംഗ്യം കാണിച്ചു കൊടുക്കാൻ ആളുകളുണ്ട്. കാരണം ഒരാളാണെങ്കിലും അവർക്ക് ഇസ്ലാമിന്റെ സന്ദേശം എത്തണ്ടേ? അപ്പൊ ആ രൂപത്തിൽ ആംഗ്യ ഭാഷ പഠിപ്പിക്കുന്നുണ്ട്. അങ്ങനെയും ഖുർആൻ ഓതുകയാണ് ആളുകൾ. ഇങ്ങനെ ഓരോ ആക്ഷനിലൂടെ ഖുർആൻ ഓതാണ്. അവർക്ക് സംസാരിക്കാൻ കഴിയില്ല, കാരണം കേൾവി ശക്തിയില്ല. ഇങ്ങനെ എല്ലാം ഖുർആൻ ഓതുന്ന ആളുകളുണ്ട്. നമ്മൾക്ക് എല്ലാ അനുഗ്രഹങ്ങളും അല്ലാഹു നൽകി. കൈകാലുകൾ നൽകി, കണ്ണ് നൽകി, കാത് നൽകി, ഹൃദയം നൽകി, ബുദ്ധി നൽകി. ഇതെല്ലാം നൽകിയിട്ടും ജീവിതത്തിൽ ഒരു അല്പസമയം പോലും ഈ ഖുർആനിന് വേണ്ടി നമ്മൾ സമയം ചെലവഴിച്ചില്ല എങ്കിൽ വലിയ നഷ്ടക്കാരായി നമ്മൾ മാറും. وقال الرسول يا ربي إن اتخذوا هذا القرآن مهجورا. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നാളെ പരലോകത്തിൽ അള്ളാഹുവിനോട് പറയുമെന്നാണ്, യാ റബ്ബി, അല്ലാഹുവേ, റബ്ബേ, ഇന്ന ഖൗമി ഇത്തഖദൂ ഹാദൽ ഖുർആന മഹ്ജൂറാ. എന്റെ ഖൗമി, എന്റെ ഉമ്മത്ത് ഈ ഖുർആനിനെ ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിഞ്ഞു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നാളെ പരലോകത്ത് പറയുമെന്ന് വിശുദ്ധ ഖുർആൻ പറയുകയാണ്. അതുകൊണ്ട് ഖുർആൻ നമ്മൾ വായിക്കണം. കേവലം അക്ഷര വായന മാത്രമായാൽ പോരാ, മറിച്ച് അതിന്റെ അർത്ഥം കൂടി നമ്മൾ അറിയണം. ഇനി എന്തെല്ലാം സൗകര്യങ്ങൾ നമ്മുടെ കയ്യിലുണ്ട് നമുക്ക് നമ്മൾ പഠിക്കേണ്ടതുണ്ട്, മനസ്സിലാക്കേണ്ടതുണ്ട്. ഖുർആൻ പറയുകയാണ്, കിതാബുൻ അൻസൽനാഹു ഇലൈക മുബാറകുൻ ലിയദബ്ബറു ആയാതിഹി വലിയതദക്കറ ഉലുൽ അൽബാബ്. കിതാബുൻ, ഈ ഗ്രന്ഥം, അൻസൽനാഹു ഇലൈക, താങ്കളിലേക്ക് നാം അവതരിപ്പിച്ചിരിക്കുന്നു. മുബാറകുൻ, അനുഗ്രഹീതമാണ്. എന്താണ് മുബാറക്ക് എന്ന് പറഞ്ഞാൽ? ബർക്കത്താണെന്ന. എന്താ ബർക്കത്ത് എന്ന് പറഞ്ഞാൽ? കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ അനുഗ്രഹം കിട്ടുക, കുറഞ്ഞ കാശ് കൊണ്ട് നന്നായി ജീവിക്കാൻ കിട്ടുക. ഇതാണ് ബർക്കത്ത് എന്ന് പറഞ്ഞാൽ. അത് പലർക്കും അനുഭവമാണ്. നമ്മുടെ വീടുകളിൽ ബർക്കത്തുള്ള ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അതേതാണ്? രാവിലെയും വൈകുന്നേരവും പകൽ കഴിഞ്ഞാലൊക്കെ നമ്മുടെ വീടുകളിൽ നിന്നും നമ്മുടെ മക്കളും ഉമ്മമാരും ഒക്കെ ഖുർആൻ പാരായണം ചെയ്തിരുന്നു. അന്ന് ഉള്ളതിനൊരു ബർക്കത്തുണ്ടായിരുന്നു. ഇന്ന് നമുക്ക് എത്ര കിട്ടിയാലും നമുക്ക് മതിയാവുന്നില്ല. കാരണം ഖുർആൻ ഒന്നുമില്ല. നാം പറയാണ്, കിതാബുൻ അൻസൽനാഹു ഇലൈക മുബാറകുൻ, അത് അനുഗ്രഹീത ഗ്രന്ഥമാണ്. വലിയ വലിയ അനുഗ്രഹം, വലിയ വലിയ ബർക്കത്തും നിങ്ങൾക്ക് ആ ഗ്രന്ഥം കൊണ്ടുവരും. ലിയദബ്ബറു ആയാതിഹി, അതിന്റെ ആയത്തുകളെ കുറിച്ച് ചിന്തിക്കണമെന്നാണ്. എന്താണ് ഈ ആയത്തിൽ അല്ലാഹു എന്നോട് പറഞ്ഞിരിക്കുന്നത്? ഞാൻ എങ്ങനെ ജീവിക്കണമെന്നാണ് എന്നോട് പറഞ്ഞിരിക്കുന്നത്? ഈ രൂപത്തിൽ ചിന്തിക്കണമെന്നാണ് ഒരു ഹദീസ് പഠിപ്പിക്കുന്നു. ആ ഹദീസിൽ എന്താണ്? ദഖൽതു അന വ ഉബൈദില്ലാഹ് അലാ ആയിഷത റളിയല്ലാഹു അൻഹാ. ആ ഹദീസിൽ ഞാനും ഉബൈദുള്ളയും
ആയിഷാബിയുടെ വീട്ടിൽ പ്രവേശിച്ചു. റസൂലുള്ളാഹിയുടെ വഫാത്തിന് ശേഷമാണ്. എന്നിട്ട് ഞങ്ങൾ പറഞ്ഞു, ഹദ്ദിഥീനായ ഉമ്മ, ഉമ്മ ഞങ്ങൾക്ക് പറഞ്ഞു തരൂ, ഉമ്മ ഞങ്ങൾക്ക് പറഞ്ഞു തരൂ, നിങ്ങൾ റസൂലുള്ളാഹിയിൽ നിന്നും കണ്ട അത്ഭുതകരമായ ഒരു സംഭവം ഞങ്ങൾക്ക് പറഞ്ഞു തരുമോ? ആയിഷ ബീവിയോട് ചോദിക്കുകയാണ് രണ്ടാളുകൾ വന്നിട്ട്. ആ സമയത്ത് പക്കത്ത് ആയിഷ ബീവി കരഞ്ഞു പോയി. എന്നിട്ട് പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ന ലൈലത്തൻ മിനൽ ലയാലി, ഒരു ദിവസം രാത്രിയിൽ എന്റെ ദിവസം രാത്രിയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാമ ലൈലത്തൻ മിനൽ ലയാലി, ഉറക്കിൽ നിന്നും എണീറ്റു. അന്ന് എന്റെ രാത്രിയാണ്. എന്നിട്ട് എന്നോട് റസൂലുള്ളാഹി പറഞ്ഞു, യാ ആയിഷ, അല്ലയോ ആയിഷ, ദരീനി അതഅബ്ബദു ലിറബ്ബി, ദരീനി, ഒരു അല്പസമയം എനിക്ക് അനുവദിക്കൂ, എന്റെ റബ്ബിനെ ഞാൻ ആരാധിക്കട്ടെ, എന്റെ റബ്ബിനെ ആരാധിക്കാൻ ഒരു അല്പസമയം എനിക്ക് അനുവദിക്കൂ. ആ സമയത്ത് ഞാൻ പറഞ്ഞു, വല്ലാഹി നീ ഉഹിബ്ബുക, അല്ലാഹു തന്നെയാണ് സത്യപ്രവാചകരെ, ഞാൻ നിങ്ങളെ അങ്ങേയറ്റം ഇഷ്ടപ്പെടുന്നു. ഉഹിബ്ബുമാ യസുറുക, നിങ്ങൾക്ക് എന്തെല്ലാം ഇഷ്ടമാണോ അതൊക്കെ എനിക്ക് ഇഷ്ടമാണ്. ഉഹിബ്ബു ഖുർബതക, നിങ്ങളുടെ സാമീപ്യം എനിക്ക് ഇഷ്ടമാണ്. ഫഖാമ, അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എണീറ്റു. സുമ്മ തവല്ലഅ, പിന്നീട് വുളു എടുത്തു. സുമ്മ ഖാമ യുസല്ലി, പിന്നീട് പ്രവാചകൻ നമസ്കരിക്കാൻ തുടങ്ങി. ആ നമസ്കാരത്തിൽ ഫലം യസൽ യബ്കി, റസൂലുള്ളാഹി അങ്ങനെ കരഞ്ഞുകൊണ്ടേയിരിക്കുന്നു നമസ്കാരത്തിൽ. ഹത്താ ബല്ലത്ത് ലഹിയഹു, പ്രവാചകന്റെ താടി നനഞ്ഞു പോയി. സുമ്മലം യസൽ യബ്കി, വീണ്ടും പ്രവാചകൻ കരഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ഹത്താ ബല്ലത്ത് ഹിജ്റ, പ്രവാചകന്റെ മടി നനഞ്ഞു പോയി. സുമ്മലം യസൽ യബ്കി, വീണ്ടും ഹദീസിന്റെ വചനം എങ്ങനെയാണ്? വീണ്ടും പ്രവാചകൻ കരഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ഹത്താ ബല്ലത്ത് അർദ്, പ്രവാചകൻ സുജൂദ് ചെയ്ത ഭൂമി, ആ പ്രദേശം അല്ലെങ്കിൽ ആ പരിസരം നനഞ്ഞിരിക്കുന്നു. ഫജാ ബിലാൽ, ആ സമയത്ത് ബിലാൽ വരികയാണ്. പ്രവാചകരെ നമസ്കാരത്തിന് വിളിക്കാൻ സമയമായി, ബാങ്കിന്റെ സമയമായിരിക്കുന്നു. പക്ഷേ പ്രവാചകൻ കരയുകയാണ്. പ്രവാചകന്റെ കരച്ചിൽ കണ്ടപ്പോൾ ബിലാൽ ചോദിക്കുകയാണ്, അൻത യാ റസൂലല്ലാഹ്, പ്രവാചകരെ താങ്കൾ കരയുകയാണോ? ഖദ് ഗഫറല്ലാഹു മാ തഖദ്ദമ മിൻ ദംബിക വമാ തഅഖറ, മുൻകഴിഞ്ഞതും വരാനിരിക്കുന്നതുമായ എല്ലാ പാപങ്ങളും അല്ലാഹു താങ്കൾക്ക് പുറത്തു തന്നിട്ടില്ലേ? റസൂലുള്ളാഹിയുടെ മറുപടി, യാ ബിലാൽ, അല്ലയോ ബിലാലെ, അഫലാ അകൂന അബ്ദൻ ശകൂറ, ഞാൻ നന്ദിയുള്ള അടിമയാവട്ടെ ബിലാൽ, ഞാൻ നന്ദിയുള്ള അടിമയായി മാറട്ടെ. അതല്ല നമ്മുടെ വിഷയം, ഇനി പറയാൻ പോകുന്നതാണ്. യാ ബിലാൽ, ബിലാലെ, ലഖദ് നസലത ഫീ ഹാദിഹി ലൈലത്തി ആയാത്ത്, ഈ രാത്രി എനിക്ക് അല്പം ആയത്തുകൾ അവതരിച്ചു. കുറച്ച് ആയത്തുകൾ ഈ രാത്രിയിൽ എനിക്ക് അവതരിപ്പിക്കപ്പെട്ടു, ഇറങ്ങിയിട്ടുണ്ട്. വൈലുൽ ലിമൻ യഖറഉഹാ, ആ ആയത്തുകൾ ഓതുന്നവർക്ക് നാശം. വലം യതഫക്കർ ബിഹാ, ആ ആയത്തിനെ കുറിച്ച് പഠിക്കാതെ, ആ ആയത്തിനെ കുറിച്ച് ചിന്തിക്കാതെ, അതിന്റെ അർത്ഥം അറിയാതെ ഓതുന്നവർക്ക് നാശം എന്ന് റസൂലുള്ളാഹി പറയുകയാണ്. എന്നിട്ട് പ്രവാചകൻ ഓതിയ ആയത്ത് എന്താണ്? ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദി വഖ്തിലാഫിൽ ലൈലി വൻ നഹാർ ലആയാതിൻ ലിഉലിൽ അൽബാബ് الذين يذكرون الله قياما وقعودا وعلى جنوبهم എന്ന് തുടങ്ങുന്ന സൂറത്ത് ആൽ ഇംറാനിലെ അവസാന ഭാഗങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബിലാലിന് ഓതിക്കൊടുക്കുകയാണ്. ഈ ഹദീസ് എന്താണ് പഠിപ്പിക്കുന്നത്? അതേ, ഖുർആനിന്റെ അർത്ഥവും ആശയവും പഠിക്കണം, ഖുർആനിന്റെ അർത്ഥം പഠിക്കണം. പല ആളുകളും അവരുടെ അനുഭവങ്ങൾ പറയാറുണ്ട്. ഞാൻ ഖുർആൻ ലേണിംഗ് ക്ലാസ്സിൽ പങ്കെടുക്കുന്ന വ്യക്തിയാണ്, അതുകൊണ്ട് തന്നെ പലരും അനുഭവം പറയാറുണ്ട്. എന്ന് ഖുർആന്റെ അർത്ഥം പഠിച്ചപ്പോൾ നമസ്കാരത്തിന് വല്ലാത്ത ഭംഗിയാണ്, നമസ്കാരത്തിന് വല്ലാത്ത രുചിയാണ് ഇരിക്കുന്ന പലരും അനുഭവം പറയാറുള്ളത്. പക്ഷേ നമുക്ക് അങ്ങനെയല്ല. നമുക്ക് സൂറത്തുൽ ഫാത്തിഹയുടെ പോലും അർത്ഥം പലപ്പോഴും അറിയുന്നില്ല. ഇമാം എവിടെയാണ് എത്തിയത്, ഇമാം എവിടേക്കാണ് നമ്മളെ കൊണ്ടുപോകുന്നത്, ഇതൊന്നും നമുക്കറിയില്ല. മദീന പള്ളിയിൽ വെച്ച് ഒരിക്കൽ ഇമാം സൂറത്ത് തഹരീം ഓതുകയാണ്. ആ തഹരീം ഓതുമ്പോൾ അവിടെ
യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ വഖൂദുഹാ അന്നാസു വൽ ഹിജാറ എന്ന് തുടങ്ങുന്ന ആയത്ത് ഓതുകയാണ്. എന്താണ് അതിന്റെ അർത്ഥം? വിശ്വാസികളെ, നിങ്ങൾ നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും നരകത്തെ കാത്തു സൂക്ഷിക്കുക. ആ നരകത്തിൽ ഇന്ധനമായി കത്തിക്കപ്പെടുന്നത് മനുഷ്യരെയും കല്ലുകളെയുമാകുന്നു. അതുകൊണ്ട് സൂക്ഷിക്കുക, നിങ്ങൾ കുടുംബക്കാരെ സൂക്ഷിക്കുക എന്ന ആയത്ത് കേട്ടപ്പോ തൽക്ഷണം ഒരു യുവാവ് വീണ് മരിക്കുകയാണ്. എന്തേ കാരണം? ആ യുവാവിന്റെ ഹൃദയത്തിൽ ആ ആയത്ത് തട്ടിയ സ്വാധീനമാണ്. ആ കത്തിക്കപ്പെടുന്ന ഇന്ധനത്തിൽ, ആ വിളയിൽ ഒരുപക്ഷെ ഞാനും ഉണ്ടാകുമോ എന്ന ഭയം ആ യുവാവിനെ പിടികൂടുകയും മരണം വരെ സംഭവിച്ചുവെങ്കിൽ എവിടെയാണ് നമ്മളും ഖുർആനുള്ളത്? അതുകൊണ്ട് ഖുർആനിനെ കുറിച്ച് പഠിക്കണം. ഖുർആനിൽ മുൻ സമുദായങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്, ജൂത ക്രിസ്ത്യാനികളെ കുറിച്ച് പറയുന്നുണ്ട്, അവർക്ക് വന്ന അബദ്ധങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്, അവർക്ക് വന്ന തെറ്റുകളെ കുറിച്ച് പറയുന്നുണ്ട്. അതിൽ ഏറ്റവും ഗൗരവത്തോടു കൂടി ഖുർആൻ പറയുന്ന തെറ്റെന്താണെന്ന് അറിയുമോ? സൂറത്ത് ജുമഅയിൽ കാണാം, മസലുല്ലദീന ഹുമ്മിലു തൗറാത്ത ثم لم يحملوها كمثل الحمار يحمل أسفارا بئس مثل القوم الذين كذبوا بآيات الله. തുടങ്ങുന്ന ആയത്തിൽ എന്താണ് പറയുന്നത്? മസലുല്ലദീന ഹുമ്മിലു തൗറാത്ത, തൗറാത്ത് വഹിച്ചവരുടെ ഉപമ അഥവാ ജൂതന്മാരുടെ ഉപമ കമസലിൽ ഹിമാർ, കഴുത ഭാരം പേറിയത് പോലെയാകുന്നു. അവർ കഴുത ഭാരം പേറിയ പോലെയാണ് തൗറാത്തിനെ അവർ വഹിച്ചത്. എന്താണ് കഴുതയുടെ പ്രത്യേകത? അതിനൊരു സ്വർണത്തിന്റെ കൂമ്പാരം അതിന്റെ പുറത്ത് വെച്ചാൽ, അല്ലെങ്കിൽ ഒരു വലിയൊരു ഗ്രന്ഥശേഖരം അതിന്റെ മീതെ വെച്ചാലും, എന്തു തന്നെ വെച്ചാലും കഴുതയ്ക്ക് കേവലം ഭാരം മാത്രമാണ്. എന്താണ് ആ ഗ്രന്ഥത്തിലുള്ളതെന്ന് അദ്ദേഹം അറിയില്ല, എന്താണ് ആ ഭാണ്ഡത്തിലുള്ളത് കഴുതയ്ക്ക് അറിയില്ല. ഇതുപോലെയാണ് ജൂതവിജ്ഞാനികള് അവർക്ക് അവതരിക്കപ്പെട്ട തൗറാത്തും ഇഞ്ചീലും അവർ പഠിച്ചില്ല, അവർ അത് ഉൾക്കൊണ്ടില്ല, അവർ മനസ്സിലാക്കിയില്ല. എന്തിനാണ് അല്ലാഹു ഖുർആനിലൂടെ നമുക്ക് ഇത് പഠിപ്പിച്ചു തരുന്നത്? ഇതുപോലെ നിങ്ങളാവാൻ പാടില്ല. അതുകൊണ്ട് വിശുദ്ധമായ ഈ ഗ്രന്ഥത്തോട് ഖുർആനിനോട് നമ്മൾ അവഗണിക്കാൻ പാടില്ല. ഹൃദയത്തോട് ചേർത്ത് നിർത്തേണ്ടതാണ് ഈ ഗ്രന്ഥം. ഖുർആനിനെ ഹൃദയത്തിന്റെ വസന്തമാക്കണമെന്ന് റസൂൽ പ്രാർത്ഥിച്ചിട്ടുണ്ട്. അല്ലാഹുമ്മ ഇജ്അൽ ഖുർആന റബീഅ ഖുലൂബനാ. അല്ലാഹുവേ, വിശുദ്ധ ഖുർആനിനെ ഞങ്ങളുടെ ഹൃദയത്തിന്റെ വസന്തമാക്കണമേ എന്ന് റസൂൽ പ്രാർത്ഥിച്ചിരുന്നു എന്നാണ്. ഈ രൂപത്തിൽ ഖുർആനിനെ പഠിക്കുവാനും മനസ്സിലാക്കുവാനുമുള്ള ഒരു അവസരമാണ് റമളാൻ. കാരണം റമളാൻ മാസത്തിലാണ് ഖുർആൻ അവതരിച്ചത്. ഈ ജൂത ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം യഥാർത്ഥത്തിൽ അവരുടെ ഗ്രന്ഥം അവർ ഉൾക്കൊണ്ടിരുന്നെങ്കിൽ ഒരിക്കലും അവർ പ്രവാചകനെ നിഷേധിക്കൂല. അല്ലെങ്കിൽ പ്രവാചകനിൽ ആദ്യം വിശ്വസിക്കുക അവരായിരിക്കും. കാരണം ഖുർആൻ തന്നെ പറയുന്നത് അല്ലദീന യഅരിഫൂന അബ്നാഹും അല്ലദീന ആതൈനാഹുൽ കിതാബ യഅരിഫൂനഹു കമാ യഅരിഫൂന അബ്നാഹും. വേദഗ്രന്ഥം നൽകപ്പെട്ടവർ അവർക്ക് ആ പ്രവാചകനെ അറിയാം. ഏതുപോലെ? കമാ യഅരിഫൂന അബ്നാഹും, സ്വന്തം മക്കളെ അറിയുന്നത് പോലെ പ്രവാചകനെ ജൂതന്മാർക്കും ക്രിസ്ത്യാനികൾക്കും അറിയാം. സ്വന്തം മക്കളെ തിരിച്ചറിയുന്നത് പോലെ. അവിടെ ആബാഹും ഖുർആൻ പറഞ്ഞില്ലല്ലോ. എന്താ ആബാ എന്ന് പറഞ്ഞാൽ? പിതാക്കന്മാർ എന്നാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ മക്കളെ പറയാൻ കാരണം? ഒരു പിതാവിനെ സംബന്ധിച്ചിടത്തോളം, ഒരു മകനെ സംബന്ധിച്ചിടത്തോളം, ആ മകൻ ജനിച്ചു വീഴുമ്പോ ആ പിതാവ് കുഞ്ഞിനെ തിരിച്ചറിയാണ്. കുഞ്ഞൊരിക്കലും പിതാവിനെ തിരിച്ചറിയുന്നില്ല. ആ കുഞ്ഞ് ഒരിക്കലും പിതാവിനെ തിരിച്ചറിയില്ല. എന്നാൽ പിതാവിന് അറിയാം എന്റെ കുഞ്ഞാണെന്ന് അറിയും. അല്ലെ? അതാണ് അഭിനാവ് എന്ന് പറഞ്ഞത്. അത് മാത്രല്ല, ആ കുഞ്ഞിന്റെ ശരീരത്തിന്റെ എല്ലാ ഭാഗവും ഈ പിതാവ് കാണുകയാണ്. അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത് കമാ യഅരിഫൂന അബ്നാഹും, സ്വന്തം മക്കളെ അറിയുന്നത് പോലെ ജൂത ക്രിസ്ത്യാനികൾക്ക് പ്രവാചകനെ അറിയാം. ആബാവ് എന്ന് പറഞ്ഞ കാരണം ഒരിക്കലും ഒരു കുട്ടി പിതാവിന്റെ ശരീരം മുഴുവൻ കണ്ടിട്ടുണ്ടാവില്ല. പിതാവിനെ തിരിച്ചറിയുന്നത് മാസങ്ങൾ പിടിച്ചിട്ടാണ്. അപ്പൊ ആ ഖുർആന്റെ സൂക്ഷ്മമായ പ്രയോഗം നോക്കും നിങ്ങൾ. കമാ യഅരിഫൂന അബ്നാഹും. എത്ര സംഭവങ്ങൾ
പ്രവാചകൻ നേർക്ക് നേരെ ഒരൊറ്റ നോക്കിൽ കണ്ട് വിശ്വസിച്ച ഒരുപാട് സഹാബികളുണ്ട്. അബ്ദുല്ലാഹി ഇബ്നു സലാം റളിയല്ലാഹു അൻഹു റസൂലുള്ള മദീനയിലേക്ക് ഹിജ്റ പോയി പ്രവാചകന്റെ ആ മുഖം കണ്ടതോടുകൂടി എന്ത് ചെയ്യാണ്? അഷ്ഹദു അന്നക റസൂലുള്ളാഹ്, താങ്കൾ തീർച്ചയായിട്ടും പ്രവാചകൻ ആ മുഖം കൊണ്ട് തിരിച്ചറിഞ്ഞത്. അതാണ് സ്വന്തം മക്കളെ പോലെ തിരിച്ചറിയുക. സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിക്കാൻ വർഷങ്ങൾ പിടിക്കുന്നുണ്ട്. അദ്ദേഹം ഓരോ മതങ്ങളെ കുറിച്ച് പഠിച്ചന്വേഷിച്ച് മദീനയിലേക്ക് പ്രവാചകന്റെ പിന്നിലൂടെ നടക്കണം. കാരണം ഒരു കാര്യം അദ്ദേഹത്തിന് സ്ഥിരീകരിക്കാനുണ്ട്. പ്രവാചകത്വ മുദ്ര അല്ലെങ്കിൽ പ്രവാചകത്തിന്റെ അടയാളമായിട്ട് മുൻ വേദഗ്രന്ഥത്തിൽ പറയപ്പെട്ട ഒരു വസ്തു പ്രവാചകനെ ഷാളിട്ടാണ് കൊടുക്കുക. അപ്പൊ ആ പ്രവാചകന്റെ ഷാള് മാറ്റാൻ പ്രതീക്ഷിക്കുകയാണ്. 2 ദിവസം നടന്നപ്പോൾ റസൂലുള്ളാഹിക്ക് മനസ്സിലായി സൽമാൻ എന്താണ് അന്വേഷിക്കുന്നത്. റസൂലുള്ളാഹിന്റെ തട്ടം റസൂലുള്ള മാറ്റി. റസൂലുള്ളാഹിന്റെ മുതുകിന്റെ ഭാഗത്ത് ഒരു ചുവന്ന ഒരു ഭയമുള്ള ഒരു നിറക്, ഒരു പക്ഷിയുടെ മുട്ട പോലെ ഒരു നിറക് ഇങ്ങനെ ഉണ്ട്. അത് പ്രവാചകത്തെ നോക്കുന്നത് മുൻ വേദങ്ങളിൽ പരാമർശിച്ചാണ്. അതാണ് മുൻ വേദങ്ങളിൽ പരാമർശിച്ചാണ്. അത് കണ്ടതോടുകൂടി സൽമാൻ ഫാരിസി ഇസ്ലാം സ്വീകരിക്കുക. അപ്പൊ നോക്കൂ നിങ്ങൾ, അത്രമാത്രം. അത് മാത്രം റസൂലുള്ളാഹിന്റെ 12ാമത്തെ വയസ്സിൽ റസൂലുള്ള അബൂബക്കറിന്റെ മൂത്താമാന്റെ വീട്ടിലാണ്. അങ്ങേയറ്റം പ്രയാസത്തിലാണ്. അങ്ങനെ മൂത്താമ ബിസിനസ്സിൽ കച്ചവടത്തിന് പോവാണ്. ആ കച്ചവടത്തിന് പോകുമ്പോൾ നിർബന്ധം വാശി പിടിച്ചുകൊണ്ട് റസൂലുള്ള മൂത്താപ്പാന്റെ കൂടെ പോകും. കാരണം മൂത്താപ്പയുമായിട്ട് ഒരിക്കലും വേറൊരാൾ റസൂലുള്ളാഹിക്ക് കഴിയില്ല. അങ്ങേയറ്റം ഇതാണ്. പക്ഷെ യാത്ര എന്ന് പറഞ്ഞാൽ ആ കാലഘട്ടത്തിൽ വലിയ അപകടം. മരുഭൂമിയിലേക്ക് എത്തിയാൽ പിന്നെ വഴിതെറ്റിപ്പോയ പിന്നെ മരണക്കുഴി തൊണ്ടെന്ന് പറയാം. കാരണം എന്താണെന്നറിയോ? പിന്നെ എവിടേക്ക് പോകാനും ഒരു രക്ഷയില്ല. അതുകൊണ്ട് തന്നെ ആ പണ്ടുള്ള ആളുകൾ എന്താ ചെയ്യാം? അങ്ങനെ മരിക്കുന്ന ഉറപ്പായാൽ അവരെന്ത് ചെയ്യും? അവരുടെ ഖബറ് തോണ്ടിയിട്ട് അതിൽ കടന്നുറങ്ങാൻ മരിക്കും. വേറെ രക്ഷയില്ല. പിന്നെ വന്യമൃഗങ്ങൾ ഓടി തിന്നാതിരിക്കാൻ വേണ്ടി ചെയ്തിരുന്നതാണ്. ഇതേ രൂപത്തിൽ വലിയ റസൂലുള്ളാഹിന്റെ മൂന്നാമത്തെ മുത്താപ്പ മരിച്ചത് യാത്രയിലാണ്. അതുപോലെ റസൂലുള്ളാഹിന്റെ പിതാവ് മരിച്ചത് യാത്രയിലാണ്. റസൂലുള്ളാഹിന്റെ മാതാവ് മരിച്ചത് യാത്രക്കിടയിലാണ്. ആ കാലഘട്ടത്തിൽ യാത്ര എന്ന് പറഞ്ഞാൽ വലിയ മരണസാധ്യതയുള്ള ഒരു സന്ദർഭമാണ്. ആ സമയത്താണ് ഈ കുട്ടിയായ റസൂലുള്ള 12ാമത്തെ വയസ്സിൽ മുത്താപ്പാന്റെ കൂടെ വലിയ ബസറയിലേക്കുള്ള യാത്രയിലേക്ക് ശാഠ്യം പിടിക്കുന്നത്. മുത്താപ്പാക്കും തന്നെ കുട്ടിയെ ഒരിക്കലും മാറി നിൽക്കാൻ സാധ്യമല്ല. അങ്ങനെ മനസ്സിലാനോടെ പോവുകയാണ്. ആ യാത്രയില് ഒരു അത്ഭുതത്തെ കുറിച്ച് ചരിത്രത്തെ സീറയിലും അതുപോലെ കാണാൻ സാധിക്കും. അതിൽ പറയണെന്താന്ന് പറയും, അവരിങ്ങനെ ബസറ എന്ന സ്ഥലത്തെത്തി ഒരു മരത്തണിൽ ആ യാത്രാ സംഘം വിശ്രമിക്കുകയാണ്. അപ്പൊ അവിടെ ബഹീറ എന്ന് പറയുന്ന ഒരു പ്രീസ്റ്റ്, ഒരു സന്യാസി അവിടെ മഠത്തിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ അവര് ഈ അത്ഭുതം കാർമ്മികങ്ങൾ ആ യാത്രാ സംഘത്തിൽ തടഞ്ഞിട്ടുന്നു. ആ യാത്രാ സംഘം ഒരു മരത്തണലിൽ വിശ്രമിക്കുമ്പോ ആ മരത്തിന്റെ ഒരു പ്രത്യേക ചില്ല ഒരു പ്രത്യേക ഭാഗത്തേക്ക് ഇങ്ങനെ ചായി നിൽക്കുന്നത് കണ്ടപ്പോ ബഹീറക്ക് അത്ഭുതമായി. ബഹീറക്ക് കാര്യം പിടികിട്ടി. അങ്ങനെ ബഹീറ അവിടേക്ക് ഒരാൾ പറഞ്ഞിട്ട് പറയുന്നത്, നിങ്ങൾ എല്ലാവരും എന്റെ മഠത്തിലേക്ക് ഇന്ന് ഉച്ചഭക്ഷണത്തിന് വേണ്ടി വരണം. നിങ്ങൾ സൽക്കാരത്തിനോട് വിളിക്കുക. യാത്രയിൽ ഇങ്ങനൊരു നല്ല ഭക്ഷണം കിട്ടുക എന്നുള്ള ഭയങ്കര സന്തോഷമാണ്. അങ്ങനെ അവരെല്ലാവരും ആ മഠത്തിലേക്ക് വരിക. പക്ഷെ പ്രവാചകനെ അവർ കൂട്ടിയില്ല. കാരണം പ്രവാചകൻ ചെറിയ കുട്ടിയാണ്, 12 വയസ്സുള്ള കുട്ടിയാണ്. അവരുടെ ആ യാത്രാ സംഘത്തെയൊക്കെ ശ്രദ്ധിക്കാൻ വേണ്ടി പ്രവാചകൻ എന്ത് ചെയ്തു? അവരവിടെ വെച്ച് ഇവരെല്ലാവരും മഠത്തിലേക്ക് പോയി. അപ്പൊ ഓരോരുത്തരും ആ മഠത്തിലേക്ക് ഇങ്ങനെ പ്രവേശിക്കുമ്പോൾ ഓരോരുത്തരെയും ഈ പുരോഹിതൻ സൂക്ഷ്മമായി നോക്കുകയാണ്. പുരോഹിതൻ പ്രതീക്ഷിച്ച ആ ബഹീറ പ്രതീക്ഷിച്ച ഒരടയാളം അവരെ കണ്ടില്ല. അപ്പൊ ബഹീറ ചോദിച്ചു, നിങ്ങൾ എല്ലാവരും വന്നിട്ടില്ലേ? അവര് പറഞ്ഞു, ഞങ്ങൾ എല്ലാവരും വന്നിട്ടുണ്ട്. ബഹീറ പറയില്ല, ആരോ ഒരാൾ ബാക്കിയുണ്ടല്ലോ. ഞങ്ങളിലൊരു കുട്ടിയുണ്ട്, ആ കുട്ടി ബാക്കിയാണ്. അവരെ ഞങ്ങളെ സാധനങ്ങളൊക്കെ നോക്കാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്. അദ്ദേഹത്തെയും വിളിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ റസൂലുള്ളാഹി മഠത്തിലേക്ക് പ്രവേശിച്ച ബഹീറ സൂക്ഷ്മമായി നോക്കി. ബഹീറ പ്രതീക്ഷിച്ച ആ മറയിൽ കാണാൻ. അതോടുകൂടി ബഹീറക്ക് അത്ഭുതമായി. ബഹീറ ചോദിച്ചു, ഈ കുട്ടിയുടെ പിതാവോട് ചോദിച്ചു. അപ്പൊ അബൂ ത്വാലിബ് എണീറ്റുന്നു. നിങ്ങളാണ് കുട്ടിയുടെ പിതാവ്? അതെ, ഞാനാണ്. അപ്പൊ ബഹീറ പറഞ്ഞു, ഒരിക്കലും നിങ്ങൾ ആ കുട്ടിയുടെ പിതാവാകാൻ സാധ്യതയില്ല. അവർക്ക് കൃത്യമായിട്ട് മുൻ വേദഗ്രന്ഥത്തിൽ വളരെ കൃത്യമായി പറഞ്ഞതാണ്. അതാണ് മുഹമ്മദ് റസൂലുള്ളാഹി വല്ലദീന ആമനൂ മഅഹു അശിദ്ദാഉ അലൽ കുഫാരി റഹ്മാഉ ബൈനഹും തറാഹും റുക്അൻ സുജദൻ ദാലിക മസലുഹും ഫിത്തൗറാത്തി വമസലുഹും ഫിൽ ഇൻജീൽ. തൗറാത്തിലും ഇൻജീലിലും ഒക്കെ ഈ ഉപമകൾ പറഞ്ഞതാണ് പ്രവാചകനെ കുറിച്ച്. ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല. അപ്പൊ എന്താണ് ഖുർആൻ? ആ ഖുർആനിനെ കുറിച്ച് പഠിക്കാൻ
പഠിക്കുവാനും മനസ്സിലാക്കുവാനും സാധിക്കണം. ജൂത ക്രിസ്ത്യാനികളെ പ്രവാചകൻ വിമർശിച്ചത്, അല്ലെങ്കിൽ ഖുർആൻ വിമർശിച്ചത് അവർ അവരുടെ വേദഗ്രന്ഥത്തോട് കാണിച്ച അവഗണനയാണ് എന്നാണ്. അതുകൊണ്ട് നമ്മൾ അങ്ങനെ ചെയ്യാൻ പാടില്ല. അതുപോലെ മറ്റൊരു പ്രത്യേകത, റമദാന്റെ പ്രത്യേകത എന്താണ്? റമദാനും പ്രാർത്ഥനയും. റമദാനുമായി ബന്ധപ്പെട്ട കാര്യം പറഞ്ഞ ഭാഗത്ത് ഖുർആൻ പറഞ്ഞെന്താ? وَإِذَا سَأَلَكَ عِبَادِي عَنِّي فَإِنِّي قَرِيبٌ أُجِيبُ دَعْوَةَ الدَّاعِ إِذَا دَعَانِ فَلْيَسْتَجِيبُوا لِي وَلْيُؤْمِنُوا بِي لَعَلَّهُمْ يَرْشُدُونَ. ഇത് നോമ്പുമായി ബന്ധപ്പെട്ട ആയത്തിന് ശേഷം ആയത്താണ്. എന്താ പറഞ്ഞത്? എന്റെ അടിമ എന്നെ പറ്റി നിന്നോട് ചോദിച്ചാൽ അവരോട് പറയുക ഞാൻ അടുത്തുള്ളവനാകുന്നു. അപ്പൊ പ്രാർത്ഥന. അപ്പൊ റമദാനിൽ ഏറ്റവും കൂടുതൽ അധികരിപ്പിക്കേണ്ട മറ്റൊന്നതാണ് പ്രാർത്ഥനയാണ്. നമ്മുടെ ആവശ്യങ്ങൾ, അതുപോലെ തന്നെ നമ്മുടെ പ്രതീക്ഷകൾ എല്ലാം അള്ളാഹുവിലേക്ക് സമർപ്പിക്കുക. ഇനി കൂടുതൽ വിശദീകരിക്കുന്നില്ല. എന്താണ് റമദാനിൽ അള്ളാഹു നമുക്ക് നൽകിയ ഓഫറുകൾ എന്തൊക്കെയാണ്? റമദാനിലെ സൂപ്പർ മാർക്കറ്റുകളിൽ അതുപോലെ പല റമദാൻ സ്പെഷ്യൽ ഓഫറുകൾ പല കടകളിലും ഉണ്ടാവും. എന്നാൽ അള്ളാഹു നമുക്ക് നൽകിയ ഓഫർ എന്താണ്? അതാണ് ഏറ്റവും വലിയ ഓഫർ. ഖുർആൻ റസൂൽ പറയുന്നത്, മൻ സാമ റമദാന ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. ഒരാൾ ഈമാനോടുകൂടി പ്രതിഫലം മോഹിച്ചുകൊണ്ട് റമദാനിൽ നോമ്പ് നോറ്റാൽ അവന്റെ മുൻകഴിഞ്ഞ പാപങ്ങളെല്ലാം പൊറുക്കപ്പെടുമെന്നാണ്. എല്ലാ പാപങ്ങളും അതുപോലെ പൊറുക്കപ്പെടുകയാണ് ഒരാൾ നോമ്പ് അനുഷ്ഠിച്ചാൽ. രണ്ടാമത്തെ ഓഫർ എന്താണ്? മൻ ഖാമ റമദാന ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. സമാനമായ റമദാനിന്റെ രാത്രികളിൽ ആരെങ്കിലും നിന്ന് നമസ്കരിച്ചാൽ അവന്റെയും മുൻകഴിഞ്ഞ പാപങ്ങളെല്ലാം അള്ളാഹു പുറത്തെടുക്കുമെന്നാണ്. അടുത്ത ഓഫർ എന്താണ്? ഇദാ ജാ റമദാൻ, റമദാനെത്തിയാൽ ഫുതിഹത് അബ്വാബുൽ ജന്ന, സ്വർഗ്ഗത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടും. വഉല്ലിഖത് അബ്വാബുൻ നീറാൻ, നരകത്തിന്റെ കവാടങ്ങൾ കൊട്ടിയടക്കപ്പെടും. അടുത്ത ഓഫർ എന്താണ്? അതേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ജാ അവ്വലു ലൈലത്തിൻ ഫീ റമദാൻ, റമദാനിലെ ആദ്യത്തെ രാത്രി പിറന്നാൽ, ആദ്യ രാത്രിയായാൽ മുകളിൽ നിന്നും ഒരാൾ വിളിച്ചു പറയും. എന്താണ് വിളിച്ചു പറയുന്നത്? യാ ബാഗിയൽ ഖൈർ, അല്ലയോ നന്മ കൊതിക്കുന്നവനെ, നന്മ ഉദ്ദേശിച്ചവനെ, നന്മ പ്രതീക്ഷിക്കുന്നവനെ, അഖ്ബിൽ നീ മുന്നോട്ട് പോവുക, അഖ്ബിൽ നീ മുന്നോട്ട് പോവുക. വയാ ബാഗിയ ശർ, അല്ലയോ തിന്മ കൊതിക്കുന്നവനെ, തിന്മ ആഗ്രഹിക്കുന്നവനെ, അദ്ബിർ നീ പിന്നോട്ട് പോവുക എന്ന് ഇത് ഓരോ രാത്രിയും വിളിച്ചു പറയുമെന്നാണ്. വദാലിക ഫീ കുല്ലി ലൈലത്തിൻ, റമദാനിലെ എല്ലാ രാത്രികളിലും ഇത് വിളിച്ചു പറയുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് പറയുകയാണ്. അപ്പൊ ഇതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല റമദാനിൽ നമുക്ക് നൽകിയ ഓഫറുകളാണ്. ആ ഓഫറുകൾ മാക്സിമം നമ്മൾ ഉപയോഗപ്പെടുത്തണം. റമദാൻ എന്നുള്ളത് വിജയങ്ങളുടെ മാസമാണ്, അല്ലെ? യുദ്ധത്തിൽ ഒരുപാട് യുദ്ധങ്ങളിൽ വിജയിച്ച മാസമാണ്. ബദർ യുദ്ധം റമദാനിലായിരുന്നു. അതുപോലെ തന്നെ മക്കാ വിജയം റമദാനിലായിരുന്നു. ഖാദിസിയ യുദ്ധം മുസ്ലിങ്ങൾ നോമ്പനുഷ്ഠിച്ചുകൊണ്ടായിരുന്നു വിജയിച്ചത്. അതുപോലെ തന്നെ ഏറ്റവും ചരിത്ര പ്രസിദ്ധമായ മറ്റൊരു യുദ്ധം, അത് സ്പെയിൻ കീഴടക്കിയ സ്പെയിൻ മുസ്ലിമീങ്ങൾ 800-ലധികം വർഷം മുസ്ലിങ്ങൾ ഭരിച്ച നാടാണ് സ്പെയിൻ. ആ സ്പെയിൻ കീഴടക്കിയത് റമദാൻ മാസത്തിലാണ്. ത്വാരിഖ് ഇബ്നു സിയാദിന്റെ സംഘം, അദ്ദേഹവും 12,000-ഓളം വരുന്ന സൈന്യം ആ ഒരു കടൽ മുറിച്ച് കിടക്കുന്നു, പുഴ മുറിച്ച് കിടക്കുന്നു. ജബൽ ത്വാരിഖ് എന്നാണ് അത് അറിയപ്പെടുന്നത്. പക്ഷെ ഇന്ന് ജിബ്രാൾട്ടർ എന്നാണ് അറിയപ്പെടുന്നത്. പക്ഷെ യഥാർത്ഥത്തിൽ ജബൽ ത്വാരിഖ് ഇബ്നു സിയാദ് മുറിച്ച് കടന്ന മല എന്നാണ് ഇതിന്റെ പേര്. റമദാനിൽ ആ പുഴ കടന്ന് ആ സൈന്യത്തോട് ത്വാരിഖ് ഇബ്നു സിയാദ് പറയുകയാണ്, ഇനി നമുക്ക് മടക്കമില്ല. സ്പെയിൻ ഒന്നില്ലെങ്കിൽ വിജയം അല്ലെങ്കിൽ മരണം. അങ്ങനെ റമദാനിൽ യുദ്ധം ആരംഭിക്കുകയാണ്. ഒരാഴ്ചയോളം യുദ്ധം നീണ്ടുനിന്നു. 1,00,000-ലധികം സൈന്യമാണ് സ്പെയിനിന്റെ. റോഡ്രിക്കിന്റെ നേതൃത്വത്തിൽ അവർ ഒരുപാട് കുതിരകളെയും കഴുതകളെയും യുദ്ധക്കളത്തിലേക്ക് കൊണ്ടുവരുന്നു. എന്തിന്? മുസ്ലിം ഭടന്മാരുടെ ഡെഡ് ബോഡി വലിച്ചേക്കാൻ വേണ്ടി. പക്ഷേ അവിടെയുള്ള രാജാവിനെ വരെ വകവരുത്തുകയാണ്. അങ്ങനെ മുസ്ലിങ്ങൾ അന്നത്തെ റമദാനിന്റെ അവസാന ദിവസം
പെരുന്നാൾ ആഘോഷിക്കുന്നത് സ്പെയിൻ മുസ്ലിങ്ങൾ വിജയിച്ചിറക്കി എന്ന വാർത്ത കൊണ്ടാണ്, നോമ്പനുഷ്ഠിച്ചുകൊണ്ടായിരുന്നു. അവർ ശാരീരികമായിട്ടും ഭൗതികമായിട്ടും ആത്മീയമായിട്ടും വിജയത്തിന്റെ മാസമാണ് വിശുദ്ധ റമദാൻ. ആ അർത്ഥത്തിൽ ആത്മീയമായ ഒരു ആഘോഷം, ആ ആത്മീയമായ വിജയത്തിന്റെ മാസമായിരിക്കണം ഈ റമദാനും എന്ന് പ്രത്യേകം ഉണർത്തുകയാണ്. അതുകൊണ്ട് നമ്മുടെ കർമ്മങ്ങൾ ആത്മാർത്ഥമാക്കുക. കർമ്മങ്ങളുടെ വലിപ്പമല്ല അള്ളാഹു നോക്കുക, കർമ്മങ്ങളുടെ വലിപ്പമല്ല. എത്ര നിസ്സാരമാണെങ്കിലും കർമ്മം എത്രമാത്രം ആത്മാർത്ഥതയോട് കൂടിയാണ് നമ്മൾ ചെയ്തത് അതാണ് നോക്കുക. ആളെ കാണിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യാൻ പാടില്ല. ഇമാം ഷിറാസിയുടെ സംഭവം നമുക്കറിയാലോ. അദ്ദേഹം രാത്രി നമസ്കാരത്തിന് വേണ്ടി എണീക്കുകയാണ്. എണീറ്റപ്പോ ഒരു ദിവസം സ്വന്തം മകനും എണീക്കുകയാണ്. അല്ല, ഇമാം ഷിറാസിയുടെ പിതാവ് രാത്രി നമസ്കാരത്തിന് എണീക്കുകയാണ്. അങ്ങനെ അദ്ദേഹവും എണീക്കുന്നു. ചെറിയ കുട്ടിയാണ് ഇമാം ഷിറാസി. അങ്ങനെ അദ്ദേഹം ഒതു കൊടുക്കുന്ന സമയത്ത് ഈ കുട്ടി പറയുകയാണ്, ചുറ്റുഭാഗത്തേക്ക് വീടുകളിലേക്ക് നോക്കിയിട്ട് അവിടെയൊന്നും വെളിച്ചം കാണുന്നില്ല. അവിടെയൊന്നും വെളിച്ചം കാണാത്തത് കൊണ്ട് ഈ കുട്ടി ചോദിക്കുകയാണ്, എന്റെ ഇതൊന്നും എണീറ്റ് 2 റക്അത്ത് നമസ്കരിച്ചുകൂടെ എന്ന് ചുറ്റുഭാഗത്തുള്ള ആളുകളെ അന്വേഷിച്ചുകൊണ്ട് ഇദ്ദേഹം പറയുകയാണ്. ഈ സമയത്ത് ഈ ഉപ്പ പറയുകയാണ് മോനോട്, മോനെ, ഇങ്ങനെയാണ് നീ പറയുന്നതെങ്കിൽ, ഇതാണ് നിന്റെ നീയത്തെങ്കിൽ, ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് നീ നമസ്കരിക്കുന്നതെങ്കിൽ നിനക്ക് ഉറങ്ങുന്നതാണ് നല്ലത്. അങ്ങനെ പറഞ്ഞാൽ ഞാൻ അല്പം ഭേദപ്പെട്ടവരാണ്, എന്ത് ബലം നിസ്കരിക്കലില്ലേ എന്ന ബോധമുണ്ടായാൽ അപ്പോഴെന്താ അത് ചെറിയൊരു നിപ്പാത്ത് വന്നു. ഇങ്ങനെ നീ നമസ്കരിക്കുകയാണെങ്കിൽ നിനക്ക് നമസ്കരിക്കുന്നതിനേക്കാൾ നല്ലത് ഉറക്കമാണ് എന്നാണ്. അബൂ നസർ സയ്യാദിന്റെ ഒരു സംഭവം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. പരമദരിദ്രനായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന് ഒരു ഉസ്താദ് ഉണ്ടായിരുന്നു, അഹമ്മദ് മസാഖീൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. എല്ലാ ദിവസവും ഉസ്താദിന്റെ അടുക്കൽ പോകും. ഒരു ദിവസം തന്റെ പ്രയാസം ഉസ്താദിനോട് പറയുകയാണ്, ഉസ്താദെ, ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ വലിയ പ്രയാസത്തിലാണ്, അതുകൊണ്ട് ഒരു മാർഗം നിങ്ങൾ പറഞ്ഞു തരണം. അങ്ങനെ ഉസ്താദ് എന്ത് ചെയ്തു, അദ്ദേഹത്തിന് ഒരു വല വാങ്ങിക്കൊടുത്തിട്ട് കടലിലേക്ക് പോയിട്ട് പറഞ്ഞു, നിങ്ങൾ ഈ വല കടലിലേക്ക് വലിച്ചെറിയുക. അദ്ദേഹം അത് കടലിലേക്ക് വലിച്ചെറിഞ്ഞു. വലിയ മത്സ്യം ആ വലയിൽ കുടുങ്ങി. അങ്ങേറ്റം സന്തോഷത്തോടു കൂടി അദ്ദേഹം അങ്ങാടിയിലേക്ക് പോയിട്ട് ആ മത്സ്യത്തെ വിൽക്കുകയാണ്. വിറ്റിട്ട് അദ്ദേഹത്തിന് ഒരു ഭാര്യയുണ്ട്, ഒരു ചെറിയ കുഞ്ഞുണ്ട്. അവർ പട്ടിണിയിലാണ്. അവർക്ക് ഭക്ഷണം കൊടുക്കാൻ അദ്ദേഹത്തിന്റെ കാശില്ല. അങ്ങനെ 2 പ്ലേറ്റ് ഭക്ഷണവും വാങ്ങിക്കൊണ്ട്, ആ മത്സ്യം വിറ്റ കാശിന് 2 പ്ലേറ്റ് ഭക്ഷണവുമായിക്കൊണ്ട് അദ്ദേഹം വീട്ടിലേക്ക് വരികയാണ് സന്തോഷത്തോടു കൂടി. ആ വരുന്ന സമയത്ത് മരുഭൂമിയുടെ ഇരുവരുടെയിൽ നിന്നും അതാ ഒരു ഉമ്മയിൽ കുഞ്ഞു വരികയാണ്. അങ്ങനെ അവിടെ അടുത്തെത്തിയപ്പോൾ അങ്ങേയറ്റം പട്ടിണിയാൽ പ്രയാസപ്പെടുന്ന ഉമ്മ, അങ്ങേയറ്റം പട്ടിണിയാൽ പ്രയാസപ്പെടുന്ന കുഞ്ഞുമോൾ, അവർ ഈ ഭക്ഷണ പൊതിയിലേക്ക് ഇങ്ങനെ ആവേശത്തോടു കൂടി നോക്കുകയാണ്. ഇതോടുകൂടി അബൂ നസർ സയ്യാദിന് ആലോചിക്കാൻ തുടങ്ങി, എന്റെ ഭാര്യയും എന്റെ കുഞ്ഞും പട്ടിണിയിലാണല്ലോ, ഇതാ ഈ ഉമ്മയും കുഞ്ഞും പട്ടിണിയിലാണല്ലോ, എന്ത് ചെയ്യും ഈ ഒരു സന്ദർഭത്തിൽ ഞാൻ? അങ്ങനെ അദ്ദേഹം ആ 2 പ്ലേറ്റുകളും ആ ഉമ്മാക്കും കുഞ്ഞിനും നൽകുകയാണ്. സ്വന്തം കുടുംബത്തെ മറന്നു നൽകുകയാണ്. അവർ സന്തോഷത്തിന്റെ കണ്ണുനീർ പൊഴിക്കുകയാണ്. ഉടൻ അദ്ദേഹം ഒന്നുമില്ലാതെ വീട്ടിലേക്ക് പോവുകയാണ്. ഇനി എന്റെ ഭാര്യയോട് ഞാൻ എന്ത് പറയും? അവർക്ക് എന്ത് ഭക്ഷണമാണ് കൊടുക്കുക? എന്റെ മകൻ എന്ത് ഭക്ഷണമാണ് കൊടുക്കുക? ഒരല്പം നടന്നോടി പിന്നിൽ നിന്ന് ഒരാൾ വിളിക്കുകയാണ്, നിങ്ങൾ അബൂ നസർ സയ്യാദാണോ? അതെ, ഞാൻ അബൂ നസറാണ്. അതേ, വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങളുടെ പിതാവിൽ നിന്നും ഞാൻ 20,000 ദീനാർ കടം വാങ്ങിയിരുന്നു. പക്ഷേ നിങ്ങളുടെ പിതാവ് മരണപ്പെടുന്നതിന് മുമ്പ് തിരിച്ചു നൽകാൻ എനിക്ക് സാധിച്ചില്ല. അതുകൊണ്ട് 20,000 ദീനാർ പറഞ്ഞൊരു വലിയ സംഖ്യയാണ് സഹോദരന്മാരെ. നിങ്ങൾ ആ സംഖ്യ സ്വീകരിക്കണം. നിങ്ങളുടെ പിതാവിന് തിരിച്ചു നൽകാൻ എനിക്ക് സാധിച്ചില്ലായിരുന്നു, അതുകൊണ്ട് നിങ്ങൾ ആ സംഖ്യ സ്വീകരിക്കണം. അദ്ദേഹം പറയാണ്, പിന്നീട് ഞാൻ വലിയ സമ്പന്നനായി മാറി. ഞാൻ ദീനാറുകളും ദിർഹമുകളും, ആയിരക്കണക്കിന് ദീനാറുകളും ദിർഹമുകളും അള്ളാഹുവിന്റെ മാർഗത്തിൽ ഞാൻ സ്വതക്ക നൽകാൻ തുടങ്ങി. ആ സന്ദർഭത്തിൽ ഞാൻ സ്വപ്നം കാണുകയാണ്. എന്താണ് സ്വപ്നം എന്നറിയുമോ? എന്റെ മരണശേഷം എന്റെ കർമ്മങ്ങൾ മലക്കുകൾ തൂക്കുന്നതാണ് ഞാൻ സ്വപ്നം കാണുന്നത്. എന്റെ മലക്കുകൾ തൂക്കുമ്പോൾ ഞാൻ കൊടുത്ത ആയിരക്കണക്കിന് ദീനാറുകളും ദിർഹമുകളും ഒക്കെ പഞ്ഞിക്കെട്ട് പോലെ തൂങ്ങാതെ കനം കുറഞ്ഞു നിൽക്കുകയാണ്. എന്റെ തിന്മയുടെ തുലാസ് കനം തൂങ്ങി നിൽക്കുന്നു. ഈ സമയത്ത് മലക്കുകൾ വിളിച്ചു പറയുകയാണ്, എന്താണ്, ഈ മനുഷ്യൻ ഇനി വല്ല സൽക്കർമ്മവും വല്ല നന്മയും ബാക്കിയുണ്ടോ?
മലക്കുകൾ പറയുന്നു, അതെ, അങ്ങനെ അദ്ദേഹത്തിന്റെ നന്മയുടെ തുലാസിലേക്ക് 2 പ്ലേറ്റുകൾ വരികയാണ്. ആലോചിക്കണം, നിങ്ങൾ 2 പ്ലേറ്റുകൾ വരികയാണ്. അപ്പോഴും എന്റെ നന്മയും തിന്മയും തുല്യമായ അവസ്ഥയിലാണ്. ഒരിക്കലും നന്മ താഴേക്ക് പോയിട്ട് നന്മ കരം തൂങ്ങിയില്ല. ആ സമയത്ത് വീണ്ടും മലക്കുകൾ വിളിച്ചു പറയുന്നു, ഇനി എന്തെങ്കിലും വല്ലതും ബാക്കിയുണ്ടോ? ഒരല്പസമയം കഴിഞ്ഞ് ആ പ്ലേറ്റിലേക്ക് ഒരല്പം വെള്ളം വരുന്നു. ആ വെള്ളത്തിലേക്ക് ഒരു വലിയ മത്സ്യം കടന്നു വരുന്നു. എന്റെ നന്മയുടെ ഭാഗം, എന്റെ നന്മയുടെ തുലാസിൽ കടന്നു പോകുന്നു. മലക്കുകൾ വിളിച്ചു പറയുന്നു, അയാൾ രക്ഷപ്പെട്ടിരിക്കുന്നു. ഇതൊരു സ്വപ്നമാണെങ്കിലും ഈ സ്വപ്നത്തിൽ വലിയ യാഥാർത്ഥ്യം ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. സ്വപ്ന, പക്ഷെ ഇതിന് വല്ലാത്ത അദ്ദേഹത്തെ അള്ളാഹു തോന്നിപ്പിക്കുകയാണ്. സ്വപ്നം കണ്ടതാണ് അദ്ദേഹം പറയാണ്, ഞാൻ നൽകിയ ദീനാറുകളും ദീർഘങ്ങളും ഒന്നും കനമില്ലാതെ പോവാൻ കാരണം അതിന്റെയൊക്കെ സൈഡിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, പൊങ്ങച്ചത്തിന് വേണ്ടി ആളുകൾ അറിയാൻ വേണ്ടി കൊടുത്തുന്ന എഴുതി വെച്ചിട്ടുണ്ട്. അതൊക്കെ പഞ്ഞിക്കെട്ട് പോലെ കനന്നതാണ്. എന്നാൽ ആത്മാർത്ഥമായി ഞാൻ നൽകിയ ആ 2 പ്ലേറ്റ് ഉണ്ടല്ലോ, ആ പ്ലേറ്റ് ഭക്ഷണമാണ് എന്നെ രക്ഷപ്പെടുത്തിയെന്നാണ്. അപ്പൊ കർമ്മത്തിന്റെ വലിപ്പമല്ല, ഇഖ്ലാസാണ് അള്ളാഹു സ്വീകരിക്കാൻ പ്രത്യേകം നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ ഓരോ കർമ്മം ചെയ്യുമ്പോഴും മാക്സിമം ആത്മാർത്ഥമായിക്കൊണ്ട് നമ്മൾ കർമ്മങ്ങൾ ചെയ്യണം. പ്രത്യേകം സഹോദരന്മാരോട് ഓർത്തുകയാണ്. ഞാൻ കൂടുതൽ നീട്ടിപ്പറയുന്നതിൽ അവസാനിപ്പിക്കുകയാണ്. അപ്പൊ നോമ്പിനെ കുറിച്ച് നമ്മൾ പഠിക്കണം. ഒരു ആരാധനാകർമ്മം മുന്നിൽ വരുമ്പോ ആ ആരാധനാകർമ്മത്തെ കുറിച്ച് പഠിക്കണം, അതിന്റെ വിധിവിലക്കുകൾ പഠിക്കണം. ഞാൻ ഓതി വെച്ച ആയത്തുണ്ടല്ലോ, അത് പറഞ്ഞ് അർത്ഥം പറഞ്ഞ് അവസാനിപ്പിക്കാം. വിശ്വാസികളെ, നോമ്പ് നിങ്ങൾക്ക് നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു. കമാ കുത്തിബ അലല്ലദീന മിൻ ഖബലിക്കും, നിങ്ങളുടെ മുൻഗാമികൾക്ക് നിർബന്ധമാക്കിയതുപോലെയാണ്. എന്നിട്ട് പറയാം, അയ്യാമ മഅദൂദ, ഒരു വർഷം മൊത്തം നോമ്പൊക്കാൻ പറഞ്ഞു. അങ്ങനെ അള്ളാഹ് വേണമെങ്കിൽ പറയാം, പക്ഷെ പറഞ്ഞില്ല. ഒരു മാസം മുഴുവൻ പറഞ്ഞു, ഇല്ല, ഒരു മാസത്തില് പകൽ മാത്രം. അയ്യാമ മഅദൂദ. കമൻകാനും മരികളൻ, രോഗികളാണെങ്കിലോ അവർക്ക് ഇളവുണ്ട്. അയ്യാമിൽ രോഗം മാറിയിട്ട് മറ്റു ദിവസങ്ങളിൽ നോമ്പ് നോറ്റാൽ മതി. ഇപ്പൊ രോഗം എന്ന് പറഞ്ഞാൽ പല രോഗമുണ്ട്. ഇപ്പോ ഡോക്ടർ പറയണത്, നിങ്ങളുടെ ആരോഗ്യസ്ഥിതി വലിയ പ്രയാസത്തിലാണ്, നിങ്ങളിപ്പോ നോമ്പ് നോറ്റാൽ നിങ്ങളുടെ രോഗം മൂർച്ഛിക്കാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞാൽ അവിടെ ഉത്തമം എന്താണെന്നറിയോ? നോമ്പ് നോൽക്കാതിരിക്കലാണ് കേട്ടോ. നോമ്പ് ഡോക്ടർക്ക് ആകെ പറയാം നോമ്പാണി പോണെന്ന് പറഞ്ഞാൽ, അല്ല, അവിടെ നമ്മൾ നെയ്യത്തിന് കൂലിയുണ്ട്. നമ്മുടെ നെയ്യത്തല്ല റമദാനിൽ നോമ്പ് നോൽക്കണം എന്നാണല്ലോ. പക്ഷെ ഡോക്ടറുടെ നിർദ്ദേശം പോലെ നമ്മൾ പാലിക്കണം. അതല്ല, അതാണ് പഴുത്തത്തുമ്മിൽ അയ്യാമിനുള്ളത്. അതുപോലെ തന്നെ ഒമൻകാന മരിയലൻ, രോഗികളായി, ഔ അലാ സഫരിൻ, യാത്ര. ഇപ്പൊ യാത്രയിൽ എങ്ങനെയാണ് നമ്മൾ നോമ്പ് നോക്കുക? ഹദീസിൽ വന്നെന്താണ്? യാത്രയിൽ ഏതാണോ എളുപ്പം അതാണ് ഉത്തമെന്നാണ്. അതാണ് ഇസ്ലാം എന്ന് പറഞ്ഞാൽ എളുപ്പമാണല്ലോ. യുരീദുല്ലാഹു ബിക്കുമുൽ യുസ്ര വമാ ജഅല അലൈക്കും ഫിദ്ദീനി മിൻ ഹറജ്. ഒരുപാട് ആയത്തുകൾ കാണാൻ സാധിക്കും. അപ്പൊ എന്താണ്? യാത്രയിൽ നമുക്ക് ഏതാണ് എളുപ്പം അതാണ് ഉത്തമം. അപ്പൊ യാത്രയിൽ നോമ്പിന് ബുദ്ധിമുട്ടില്ല. നമ്മുടെ യാത്രയിൽ നോമ്പിന് ബുദ്ധിമുട്ട്, ആ നോമ്പ് ഉത്തമം. അല്ല, യാത്രയിൽ നോമ്പിന് ബുദ്ധിമുട്ടാണെങ്കിലും നോമ്പ് നോൽക്കാതിരിക്കലാണ് ഉത്തമം. അതാണ് റസൂൽ പറഞ്ഞത്. എന്നാൽ ബസ്സിൽ ജോലി ചെയ്യുന്ന ജോലിക്കാരുണ്ടാവും. അപ്പൊ അവരെന്താ ചെയ്യാ? അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ ആരോഗ്യസ്ഥിതിക്കനുസരിച്ച് രണ്ടും തിരഞ്ഞെടുക്കാം. അവർ യാത്ര പോകുന്നൊരു ജോലിയാണ് അവർക്ക് ഏതാണോ പ്രയാസമുള്ളത് അതവർക്ക് എന്താണ് എളുപ്പമുള്ളത് അതവർക്ക് തിരഞ്ഞെടുക്കാം. അതുപോലെ തന്നെ ക്ലേശമായ ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ടാവും, അവരുടെ ജീവിതമാർഗം. അതുകൊണ്ട് തന്നെ അവിടെയൊക്കെ നമുക്ക് എന്തൊരു ഇന്ന ജോലി ഞാൻ പറയുന്നില്ല, അവനവന് ഉണ്ടല്ലോ അവരുടെ ജീവിതമാർഗം വഴിമുട്ടി നിൽക്കുകയാണെങ്കിൽ അങ്ങനത്തെ അവസ്ഥയിൽ അവർക്ക് ഈ വിഷയത്തിൽ ഇളവുണ്ട്. വാഴല്ലതീനെ യുദ്ധീകുളോ ഫിരിയത്തും താമസിക്കും. ഇതാരെ കുറിച്ചാ പറഞ്ഞത്? വാഴല്ലതീനെ യുദ്ധീകുളോ ഫിരിയത്തും താമസിക്കും. പ്രയാസപ്പെട്ട ആളുകൾ, അതായത് പ്രായാധിക്യം മൂലം അങ്ങേയറ്റം വയോവൃദ്ധനായി നോമ്പ് നോക്കാൻ പ്രയാസമെങ്കിലോ അവർക്ക് പകരം നോമ്പ് നോറ്റ് വിട്ടാൻ കഴിയൂല. പിന്നെന്ത് ചെയ്യണം? ഫിദിയത്തും ത്വാമും മിസ്കീൻ. അവർക്ക് ഫിദിയ കൊടുക്കുക. എന്താണ് ഫിദിയ? ത്വാമും മിസ്കീൻ, പാവപ്പെട്ടവര് ഭക്ഷണം കൊടുക്കുക. ഒരു ദിവസം ഭക്ഷണം അല്ലെങ്കിൽ ഒരു നേരത്തെ ഭക്ഷണം, നമ്മൾ ഏതാണ് ഭക്ഷണം കഴിക്കുന്നത് അതേ സുഭിക്ഷമായ ഭക്ഷണം കൊടുക്കുക.
അതെ, അവിടെ ത്വാം എന്ന് പറഞ്ഞാൽ ചിലർ പൈസ കൊടുക്കുന്നുണ്ട്. ഈ പൈസ കൊടുക്കുമ്പോ തന്നെ ചിലപ്പോൾ ചില ആൾക്കാർ പറയില്ല അത് ഒരെന്താ ആയിക്കോട്ടെ എന്നാണ്. അങ്ങനെയല്ല പറയേണ്ടത്. മറിച്ച് ഇത് എന്റെ നോമ്പിന് പ്രായശ്ചിത്തമായി ഞാൻ നിങ്ങൾക്ക് ഭക്ഷണം, ഇനി അങ്ങനെയാണെങ്കിൽ തന്നെ ഇത് നിങ്ങൾ ഭക്ഷണത്തിന് വേണ്ടി ഉപയോഗിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞാൽ കൊടുക്കട്ടെ. ഏറ്റവും ഉത്തമം എന്താ പണ്ഡിതന്മാര് പറഞ്ഞെന്നറിയോ? അവർക്ക് വിളിച്ചിട്ട് അവർക്ക് ഭക്ഷണം കൊടുക്കണം. മിസ്കീനെ വിളിച്ചിട്ട്, പാവപ്പെട്ടവനെ വിളിച്ചിട്ട് അവർക്ക് ഭക്ഷണം കൊടുക്കണം. ഓരോ ദിവസത്തിനും പകരം ഭക്ഷണം കൊടുക്കുക. അപ്പൊ എന്താണ് വാഴല്ലതീനെ അതുപോലെ തന്നെ നീയത്ത് എന്ന് പറഞ്ഞാൽ ഈ റമദാനിൽ നീയത്ത് രണ്ട് രൂപത്തിൽ നീയത്തുണ്ട്. പണ്ഡിതന്മാര് പറഞ്ഞത് ഓരോ പണ്ഡിതന്മാർ പറഞ്ഞത് റമദാൻ എന്നുള്ളത് മൊത്തം ഒരു ഇബാദത്താണ്. അതുകൊണ്ട് അള്ളാഹുവിന്റെ വേണ്ടുകയുണ്ടെങ്കിൽ, അള്ളാഹുവിന് ആരോഗ്യം നൽകുകയാണെങ്കിൽ റമദാൻ മുഴുവൻ നോമ്പ് നോക്കാൻ ഞാൻ നെയ്യത്താക്കിയിട്ടുണ്ട് എന്ന് വിചാരിക്കുക. ഈ നെയ്യത്ത് വിളിച്ചു പറയണ്ടെന്ന് വിചാരിച്ചിട്ട് അത് മനസ്സിൽ കരുതണം. നിസ്കരിക്കുമ്പോഴൊക്കെ നെയ്യത്ത് ഉറക്കെ പറയില്ലല്ലോ എന്ന് പറഞ്ഞാൽ നെയ്യത്തില്ല എന്നർത്ഥം അല്ല. നെയ്യത്തെല്ലത്തിനും ഉണ്ട് കേട്ടോ. പല ആൾക്കാരും അങ്ങനെയാണ്, നെയ്യത്ത് ശ്രദ്ധിക്കൂല. സുന്നത്ത് സ്കരിക്കുമ്പോ സുന്നത്താണെന്ന് മനസ്സിൽ നമ്മൾ കരുതണം. ഇഖ്റാറുൽ ഖൽബ്, ഹൃദയത്തിന്റെ തീരുമാനം, നിശ്ചയം. അപ്പൊ ദുഹറിന്റെ സുന്നത്താണെങ്കിൽ ആ ദുഹറിന്റെ സുന്നത്തൊന്നും പറയണ്ട, പക്ഷെ അത് വിചാരിച്ചിട്ട് ചെയ്യണം. അതാണ് നെയ്യത്ത്. ഫർളാണെങ്കിൽ അത് ആ ഫർളിന് വിചാരിച്ചിട്ട് നമ്മൾ ചെയ്യണം. അപ്പൊ ആ നെയ്യത്ത് അത് നമ്മൾ തഹ്ഖീഖാക്കിയിട്ടെന്ന് ചെയ്യണം. വിളിച്ചു പറയണമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അതുപോലെ ഈ നെയ്യത്ത് നമ്മൾ 30 ദിവസത്തിന് വേണ്ടി അങ്ങനെ വെക്കാം. അതല്ലെങ്കിൽ ഓരോ രാത്രിയും പ്രത്യേക നെയ്യത്ത്. വെള്ളം എവിട്ട് മിനൽ ലൈലി ഫലാ സിയാമലഹു എന്ന ഹദീസുണ്ട്. രാത്രി ഒരാൾ നെയ്യത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നോമ്പില്ലാണ്. അത് ഫർള് നോമ്പിന്റെ പ്രത്യേകത. സുന്നത്തിന് അങ്ങനെ ഉണ്ടല്ലോ. ഫർളിന് പ്രത്യേകമായിട്ട് നമ്മൾ രാത്രി തന്നെ അത് എന്ത് ചെയ്യണം? അത് പ്രത്യേകം നീയത്ത് മനസ്സിൽ വിചാരിക്കണമെന്നാണ്. അത് പറയേണ്ടതില്ല. പണ്ട് കാലത്ത് ഇങ്ങനെ ഈശാസ്കാരം കഴിഞ്ഞിട്ട് ഇങ്ങനെ വട്ടത്തിൽ കൂടിയിട്ട് നവയിത്തു, അപ്പൊ എല്ലാവരും നവയിത്തു സൗകര്യം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സുഹൃത്തുണ്ടല്ലോ. എന്റെ ആവശ്യമില്ല. നെയ്യത്ത് ഉറക്ക പറയൽ ഹജ്ജിന് മാത്രമേ ഉള്ളൂ. ഹജ്ജ് ഉംറയിൽ നെയ്യത്ത് ഉറക്ക പറയണം റസൂൽ കാണിച്ചത്. അതല്ലാത്ത നെയ്യത്ത് ഉറക്ക പറയേണ്ട ആവശ്യമില്ല. അപ്പൊ ഈ നെയ്യത്ത് നമുക്ക് സൂക്ഷ്മത എന്താ? ഓരോ രാത്രിയിലും ഓരോ പ്രത്യേകമായിട്ടുള്ള നിയത്തുകൾ വെക്കലാണ് ഏറ്റവും ഉത്തമം. അതുപോലെ തന്നെ നമ്മള് നോമ്പ് മുറിയുന്ന, മുങ്ങി കുടിച്ച് നോമ്പ് മുറിയില്ല. അതുപോലെ തന്നെ രക്തം നമ്മൾ കൊടുത്താൽ നോമ്പ് മുറിയില്ല. പക്ഷെ രക്തം സ്വീകരിച്ചാൽ എന്ത് ചെയ്യും? നോമ്പ് മുറിയും. രക്തം സ്വീകരിച്ചാൽ നോമ്പ് മുറിയും. ചെവിയിലേക്കും കണ്ണിലേക്കും തുള്ളിമരുന്ന് എത്തിച്ചാൽ നോമ്പ് മുറിയില്ല. മൂക്കിലേക്കാണെങ്കിലോ നോമ്പ് മുറിയും. അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ പ്രാഥമികമായിട്ട് മനസ്സിലാക്കേണ്ടത്. സംശയമുണ്ടെങ്കിൽ ചോദിച്ചു. അത് ഇഞ്ചക്ഷൻ മുറിയില്ല എന്നാണ്. നോമ്പ് മുറിയില്ല. ഇഞ്ചക്ഷൻ വെച്ചാൽ നോമ്പ് മുറിയില്ല. എന്നാൽ ഗ്ലൂക്കോസ് ഉണ്ടല്ലോ, ബ്ലഡ് നമ്മൾ സ്വീകരിക്കുന്ന ശരീരത്തിന് ഉന്മേഷം കിട്ടുന്ന സാധനമാണ്. അതുപോലെ തന്നെ ഗ്ലൂക്കോസ് നമുക്ക് ശരീരത്തിന് ഉന്മേഷം കിട്ടുന്ന സാധനമാണ്. അതൊക്കെ നോമ്പ് മുറിയുമെന്നാണ് ഇവിടുന്ന് പറഞ്ഞത്. അതെ ഇല്ല, ചെവിയിൽ വെള്ളമുണ്ടാക്കി അതിന്റെ രുചി തൊണ്ടയിൽ എത്തിയാൽ പോലും നോമ്പ് മുറിയില്ല. കാരണം എന്താ? നമ്മള് ഒരു രോഗിയാണെന്ന വായിലോ ഭക്ഷണം പോകാൻ നമ്മൾ ചെവിയിലൂടെ അല്ല കൊടുക്കുക. പിന്നെ മൂക്കിനാണ് വയ്ക്കൂല. മൂക്കാണ് യഥാർത്ഥമായതിലേക്ക്. ചെവിയിലൂടെ ചിലപ്പോൾ നമുക്ക് ആ രുചി കണ്ടുപോലെ രുചി തൊണ്ടയിൽ വരാറുണ്ട്. അങ്ങനെ വന്നാൽ പോലും എന്തല്ല, നോമ്പിനെ ബാധിക്കൂല എന്നാണ്. പിന്നെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. അറിയുന്ന കാര്യമാണെങ്കിൽ പറഞ്ഞു. മുങ്ങി കുടിച്ചാൽ ഇല്ല. അത് മാത്രമല്ല, നോമ്പിന്റെ ക്ഷീണം മാറാൻ വേണ്ടി കുടിച്ചാൽ പോലും നോമ്പ് പോകില്ല. നോമ്പിന്റെ ക്ഷീണം മാറാൻ വേണ്ടി കുടിച്ചാൽ ഒരു കുഴപ്പമില്ല. പിന്നെ അയാൾക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റൂല. കാരണം ഇസ്ലാം സ്വീകരിച്ചാൽ പിന്നെ അവിടെ ഇൻസാക്ക് നിർബന്ധമായി. നോമ്പ് കിട്ടിയില്ലെങ്കിലും അയാൾ എന്ത് ചെയ്യണം? ഭക്ഷണം കഴിക്കാതെ അത് പൂർത്തിയാക്കണം എന്നാണ് ഇസ്ലാം സ്വീകരിച്ചാൽ. അതുപോലെ തന്നെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം സുബഹിയുടെ മുമ്പ്, സുബഹി ബാങ്കിന്റെ മുമ്പ് ഒരു ശുദ്ധിയിൽ പ്രവേശിച്ചു. അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. പല സഹോദരിമാരെ അബദ്ധത്തിൽപ്പെടാറുണ്ട്. സുബഹിയുടെ തൊട്ട് മുമ്പ് അവർ ശുദ്ധിയിൽ പ്രവേശിച്ചു. അപ്പൊ അവരെന്ത് ചെയ്താൽ പലരും അന്ന് നോമ്പ് വെക്കൂല. ഞാൻ കുളിച്ചിട്ടില്ലല്ലോ, ഇതായിട്ടില്ലല്ലോ. പക്ഷെ അവർക്ക് നോമ്പ് നിർബന്ധം. ഫജറിന്റെ മുമ്പ് അവർ ശുദ്ധിയിൽ പ്രവേശിച്ചു. അവർക്ക് കുളിക്കേണ്ടതേ ഉള്ളൂ. നമസ്കരിക്കാൻ വേണ്ടി കുളിച്ചാൽ മതി.
അവർക്ക് നമസ്കരിക്കാൻ വേണ്ടി കുടിച്ചാൽ മതി. അതുപോലെ തന്നെ പുരുഷന്മാർക്ക് എഹ്തിറാമുണ്ടായാൽ, പകലിൽ കടന്നുറങ്ങുമ്പോൾ സ്വപ്നസ്കരണം ഉണ്ടായാൽ അവരെ നോമ്പിൽ ഒരിക്കലും എന്ത് ചെയ്യില്ല, അത് ബാധിക്കില്ല. അവിടെ നമസ്കാരത്തിന് വേണ്ടി എന്ത് ചെയ്യുന്നത്, കുടിച്ചാൽ മതി. അതുപോലെ തന്നെ ഒരു സ്ത്രീ ളുഹറിന്റെ സമയത്ത് അവർ ശുദ്ധിയിൽ പ്രവേശിച്ചു. ശുദ്ധിയിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർ ഭക്ഷണം കഴിക്കാൻ പറ്റില്ല. ശുദ്ധിയിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ഇംസാഖ്, അവര് നോമ്പ് കിട്ടൂലെങ്കിലും അവര് ഭക്ഷണം കഴിക്കാൻ പാടില്ല എന്നാണ്. അപ്പൊ ഇങ്ങനെയുള്ള ഒരുപാട് മസാലകളുണ്ട്. ആ മസാലകളൊക്കെ ഇൻഷാ അല്ലാഹ് നമ്മൾ കൃത്യമായിട്ട് പഠിക്കണം, മനസ്സിലാക്കണം. അതുപോലെ തന്നെ ഹാമിൽ, ഗർഭിണികളായ സ്ത്രീകൾ, ആ ഗർഭിണികളായ സ്ത്രീകൾക്ക് അവർ നോമ്പ് അവർക്ക് സ്വന്തമായി പ്രയാസം ഉണ്ടാക്കുകയാണെങ്കിൽ അതിൽ രണ്ട് മസാലകളാണ്. ഒന്ന്, കുട്ടിയുടെ വിഷയത്തിലാണ് അവര് നോമ്പ് ഒഴിവാക്കുന്നതെങ്കിൽ അവർ നോറ്റുകൂട്ടുകയും ഫിദിയ കൊടുക്കുകയും വേണം. എന്നാൽ സ്വന്തം ശരീരത്തിന് വേണ്ടിയിട്ടാണെങ്കിൽ അവർ പകരം നോമ്പ് നോറ്റാൽ മതി. ഹാമിലാണെങ്കിലും ഇതേ വിധിയാണ്. അതുപോലെ തന്നെ വേറെ ചില മസാലകള്, അതായത് നോമ്പ് ബാക്കിയാക്കി അടുത്ത റമദാൻ നോമ്പ് സ്ഥിരമായിട്ട് ഗർഭം ധരിക്കുന്ന സഹോദരങ്ങൾക്ക് എങ്ങനെ ഉണ്ടാവും, കുറെ നോമ്പ് ബാക്കിയാക്കി അടുത്ത റമദാൻ നോമ്പ് നോറ്റുകൂട്ടാൻ കഴിഞ്ഞില്ല. അങ്ങനെ കഴിഞ്ഞില്ലെങ്കിൽ നോമ്പ് മാത്രം നോറ്റാൽ പോരാ, ഫിദിയയും കൊടുക്കണം എന്നൊരു വിധി പലപ്പോഴും പലരും പറയാറുള്ളത് തെറ്റാണ്. അങ്ങനല്ല, ഒന്നില്ലെങ്കിൽ ഫിദിയ അല്ലെങ്കിൽ നോമ്പ് നോറ്റു. പക്ഷെ പല സഹോദരന്മാരെ തെറ്റിദ്ധരിച്ചല്ല, അടുത്ത വർഷത്തിനുള്ളിൽ അടുത്ത വർഷത്തിനുള്ളിൽ നോമ്പ് നോറ്റ് കിട്ടിയിട്ടില്ലെങ്കിൽ നോമ്പ് നോറ്റാൽ മാത്രം പോരാ, ഫിദിയയും കൊടുക്കണം എന്ന അബദ്ധ വിശ്വാസം പലരുണ്ട്. അങ്ങനല്ല, നോമ്പ് നോറ്റു കിട്ടിയാൽ മതിയാവുന്നതാണ്. ഇത്രയും കാര്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളിവിടെ ഒരുമിച്ച് കൂടിയത് ഒരു സ്വാലിഹായ കർമ്മമായി രേഖപ്പെടുത്തുമാറാവട്ടെ. വിശുദ്ധ ഖുർആൻ അത് പഠിക്കുവാനും മനസ്സിലാക്കുവാനുമുള്ള ഭാഗ്യം അല്ലാഹു നമുക്ക് നൽകുമാറാവട്ടെ. വിശുദ്ധ ഖുർആനിന്റെ പ്രകാശം നമ്മുടെ ഹൃദയത്തിൽ